ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു വേൾഡ് കപ്പ് എഡിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്പെയിനിൻ്റെ 19-കാരനായിട്ടുള്ള ബാഴ്സലോണയുടെ ലാമാസിയ പ്രൊഡക്റ്റ് ആയിട്ടുള്ള കറൻറ്റ് യൂറോപ്യൻ ചാമ്പ്യൻ കൂടിയായിട്ടുള്ള ലമീൻ യമാൽ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനൽ മത്സരത്തിന് മുമ്പായിട്ട് ആർക്കെതിരെയാണ് സെമി ഫൈനൽ? സ്റ്റാർ സ്റ്റഡഡ് ആയിട്ടുള്ള ഫ്രാൻസിനെതിരെയുള്ള സെമി ഫൈനലിന് മുമ്പായിട്ട് പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ പ്രകാരമായിരുന്നു. അതായത് ഞങ്ങളെന്തിന് ഭയക്കണം, ഭയക്കേണ്ടത് ഫ്രാൻസാണ്, ഞങ്ങളെയാണ് അവർ ഭയക്കേണ്ടത് എന്നാണ് ലമീൻ യമാൽ പറഞ്ഞു വെച്ചത്. മറ്റൊരു ടീനേജർ, അഗെയിൻ മറ്റൊരു ലാമാസിയ പ്രൊഡക്റ്റ്, ബാഴ്സലോണയുടെ താരം പാവ് കുബാർസി, എനിക്ക് എംബാപ്പേനെ പേടിയൊന്നുമില്ല, എംബാപ്പെ എന്നെ ഭയപ്പെടുത്തുന്നില്ല, എംബാപ്പയുടെ റെസ്പെക്റ്റ് ഉണ്ട്, ആൾ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേയേഴ്സ് ഇൻ ദ വേൾഡാണ്, പക്ഷേ ആളെ ഞാൻ ഭയക്കുന്നില്ല എന്നുള്ളതാണ്. യെസ്, അത് ഗ്രൗണ്ടിൽ തെളിയിക്കുന്ന ചിത്രമാണ് നമുക്ക് സെമി ഫൈനലിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഫ്രാൻസിനെ 2-0 എന്നുള്ള സ്കോർ ലൈൻ പരാജയപ്പെടുത്തിക്കൊണ്ട് എസ്പാഞ്ഞ അവരുടെ ചരിത്രത്തിലെ രണ്ടാമത്തെ വേൾഡ് കപ്പ് ഫൈനലിലേക്ക് പ്രവേശിച്ചിട്ടുള്ള ചിത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതായത് പെർഫെക്റ്റ് പെർഫോമൻസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലൊരു പെർഫോമൻസ്, കംപ്ലീറ്റ് പെർഫോമൻസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള പെർഫോമൻസ്, ടോട്ടൽ ഡോമിനൻസ് എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ളൊരു പെർഫോമൻസ്. അതായത് പന്ത് കൊണ്ട് ഈ ഫ്രഞ്ച് പടയെ അവർ കൊന്നു കളഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടതായിട്ടുള്ള സംഭവം. ഇനി പന്തില്ലാത്ത സാഹചര്യത്തിലോ അവരെ അങ്ങോട്ട് ഹണ്ട് ചെയ്യാണ്, പാക്കുകളിൽ ഹണ്ട് ചെയ്തിട്ട് അവരുടെ അടുത്ത് അങ്ങോട്ട് ബോൾ തിരിച്ചു പിടിക്കുകയാണ്, അവരെ വീർപ്പ് മുട്ടിക്കുകയാണ്, ശ്വാസം മുട്ടിക്കുകയാണ്. അങ്ങനെയാണ് ഈ സ്പാനിഷ് പട ഫ്രഞ്ച് പടയെ സെമി ഫൈനലിൽ കൊന്നു കളയുന്നത്. ഈ ഫ്രഞ്ച് പടയെക്കുറിച്ച് ഏത് രീതിയിലുള്ള ചർച്ചകളാണ് ഉണ്ടായിരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. കാരണം വെച്ചാൽ അമ്മാതിരി ഫുട്ബോളേഴ്സാണ്. അതായത് കിലിയൻ എംബാപ്പെ, മിസ്റ്റർ വേൾഡ് കപ്പ്, ബാലൻ ഡി ഓർ വിന്നറായിട്ടുള്ള ഉസ്മാനിക്ക, ബുണ്ടസ് ലീഗയിൽ വിറപ്പിച്ച്, യൂറോപ്പിൽ വിറപ്പിച്ച്, വേൾഡ് കപ്പിൽ മികച്ച രീതിയിലുള്ള ക്രിയേറ്റീവ് പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്ന മൈക്കിൾ ഒലീസ്, ഡെസിരി ഡുവേ ബാക്ക് ടു ബാക്ക് ചാമ്പ്യൻസ് ലീഗ് വിന്നറാണ്. അതേപോലെ തന്നെ ബാർക്കോള ബാക്ക് ടു ബാക്ക് ചാമ്പ്യൻസ് ലീഗ് വിന്നറാണ്. പ്രീമിയർ ലീഗിൽ റയാൻ ചെർക്കി മികച്ച രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കിയാണ് വരുന്നത്. അക്ലൂഷ് എന്ന് പറയുന്ന പ്ലെയർ ഉണ്ട്, തുറാം ഉണ്ട്, മറ്റേറ്റ ഉണ്ട്. മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ റാബിയോ, കാൻറ്റെ, മനുക്കോനെ, ചിയോമേനി. ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ഉപമക്കാനോ, സലീബ. യെസ്, ഫുൾ ബാക്ക് ഏരിയയിൽ പ്രശ്നമുണ്ട്, മിഡ്ഫീൽഡിലും ടെക്നിക്കൽ എബിലിറ്റിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. ഈ ഫുൾ ബാക്ക് ഏരിയയും ആ മിഡ്ഫീൽഡിലെ ടെക്നിക്കൽ എബിലിറ്റിയുടെ പ്രശ്നമുള്ളതും കൃത്യമായിട്ടും എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ഡെ ല ഫ്യുവൻറ്റെ എന്ന് പറയുന്ന സ്പാനിഷ് കോച്ചിന് സാധിക്കുന്ന ചിത്രം നമ്മൾ കാണുന്നു. അത് മനോഹരമായിട്ട് സ്പെയിൻ പട എക്സിക്യൂട്ട് ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിച്ചു. ഒരു സ്പാനിഷ് മാസ്റ്റർ ക്ലാസ് ആണ് നമുക്ക് സെമി ഫൈനലിൽ കാണാൻ സാധിച്ചത്. അതായത് ഒരു തരത്തിലും ഫ്രാൻസിന് ഒരു സ്നിഫ് പോലും കൊടുക്കാത്തൊരു മത്സരം. അതാണ് പറയുന്നത്, ഒരു വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലാണ്. ഇമ്മാതിരി ഹൈപ്പിലുള്ള ഫ്രഞ്ച് പടയാണ്. അവർ ബെയർ മിനിമം ഫൈനലിലേക്കെങ്കിലും എത്തുമെന്നും എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുള്ളൊരു സൈഡാണ്. അവരെയാണ് ഈ സ്പാനിഷ് പട അങ്ങനെ നിർവീര്യമാക്കി കളയുന്നത്. 0.3 ആണ് അവരുടെ XG. ഫ്രാൻസ് ക്രിയേറ്റ് ചെയ്തുള്ള XG 0.3. അതായത് ഒരു നല്ലോണം ഒരു ചാൻസ് പോലും ക്രിയേറ്റ് ചെയ്തില്ല എന്നാണ് സ്പെയിനെ സംബന്ധിച്ചിടത്തോളം. ഓരോരുത്തരുടെയും പേര് നമുക്ക് വേണമെങ്കിൽ എടുത്ത് പറയാൻ പറ്റും. കാരണം വെച്ചാൽ ഇവിടെ നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാൻസിൻ്റെ ബെസ്റ്റ് പ്ലെയേഴ്സ് ഒരു ടീമായിട്ട് പ്രവർത്തിക്കാത്ത സാഹചര്യം, സ്പെയിനിൻ്റെ പ്ലെയേഴ്സ് ഒരു ടീമായിട്ട് പ്രവർത്തിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുള്ളത്. അതായത് ഇതൊരു എന്താ പറയുക, ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഒരു ടീം സ്പോർട്ടാണ്. ഓഫ് കോഴ്സ് അതിൽ സ്റ്റാർ പ്ലെയേഴ്സ് ഉണ്ടായിരിക്കും, സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് നിൽക്കുന്ന പ്ലെയേഴ്സ് ഉണ്ടായിരിക്കും. പക്ഷേ ഇവിടെ ടീം വിജയിക്കുന്ന ചിത്രം നമ്മൾ കണ്ടിരിക്കുകയാണ്. പെർഫെക്റ്റ് ടീമായിട്ട് ഈ സ്പാനിഷ് പട പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചത് ഫാന്റാസ്റ്റിക്. ഓൺ ദ ബോൾ മാത്രമല്ല, ഓഫ് ദ ബോളും പന്ത് വെച്ച് കൊന്നു കളഞ്ഞു എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ പന്തില്ലാത്ത സാഹചര്യത്തിൽ ആ പന്ത് തിരിച്ചു പിടിക്കാനുള്ള അവരുടെ ഒരു വല്ലാത്ത രീതിയിലൊരു ആവേശം ഉണ്ടായിരുന്നല്ലോ, അതിനുള്ള ഒരു കളക്റ്റീവ് എഫേർട്ട് ഉണ്ടായിരുന്നല്ലോ. വാവ് മാൻ. അതായത് ഡിഫൻസിൽ പാവ് കുബാർസി ഫാന്റാസ്റ്റിക് പെർഫോമൻസ്, ലപ്പോർട്ട്, ഇവർ രണ്ടുപേരുള്ള ആ ഒരു കോമ്പിനേഷൻ ഹാസ് ബീൻ അൺബിലീവബിൾ. ലെഫ്റ്റ് ബാക്കായിട്ട് കുക്കുരയ ഹാഡ് എ സ്റ്റണ്ണിങ് ഗെയിം മാൻ. എന്താ എനർജി, എന്താ ഇൻ്റർസെപ്ഷൻ, എന്താ ബ്ലോക്ക്, എന്താ റണ്ണുകൾ, എന്താ അറ്റാക്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതി. പെഡ്രോ പോറോ ഗോൾ അടിച്ചിരിക്കുകയാണ്. പെഡ്രോ പോറോ ഡിഫെൻസീവ്ലി സൗണ്ടാണ്. ഉനായ് സിമോൺ ഹാഡ് എ ഫാന്റാസ്റ്റിക് ഗെയിം, സ്വീപ്പർ കീപ്പർ എന്ന രീതിയിൽ. പിന്നെ മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ ചെങ്ങായിമാരെ റോഡ്രി എന്ന് പറയുന്ന ചെങ്ങായിയുടെ ആ ഒരു വല്ലാത്ത രീതിയിലൊരു പ്രകടനമാണ് നമ്മൾ കണ്ടിട്ടായിരുന്നു. റോഡ്രിയുടെ കൂടെ ഫാബിയൻ റോയ്സും കൂടി അങ്ങോട്ട് കൂടിയപ്പോൾ ഉണ്ടല്ലോ, പന്ത് കിട്ടണ്ടേ, പന്ത് കിട്ടിയാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അതായത് പൊസിഷൻ വെച്ച് ഡിഫെൻഡ് കൂടി ചെയ്യുന്ന തരത്തിലൊരു സൈഡാണ് ഇവന്മാർ ഈ പിന്നെ സ്പാനിഷ് സൈഡ് എന്ന് പറഞ്ഞാൽ. ഈ പൊസിഷൻ ഇങ്ങനെ വിഴുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മനോഹരമായിട്ട് അത് കൈകാര്യം ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വെച്ച് ഒപ്പോസിഷൻ ടീമിനെ ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. അത് തന്നെയാണ് നമുക്ക് ഫ്രാൻസ് പ്ലേയേഴ്സിൻ്റെ ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. അതായത് അവർക്ക് അങ്ങോട്ട് ഫ്രസ്ട്രേഷൻ തലക്കടിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതായത് അവരുടെ പിന്നെ എന്താ പറയുക, അവർക്ക് ആ ഒരു കാംനെസ്സും എല്ലാം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ റാബിയൊക്കെ അത്തരത്തിലുള്ള ചാലഞ്ചസും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. കാരണം വെച്ചാൽ ഇവർക്ക് ബോൾ കിട്ടണ്ടേ, ബോൾ കിട്ടാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. മാത്രമല്ല ഇനിയിപ്പോൾ അവർക്ക് ബോൾ കിട്ടുന്ന സാഹചര്യത്തിലോ അവർക്ക് പ്രസ് റെസിസ്റ്റൻ്റ് ആകാൻ സാധിക്കുന്നില്ല. ഈ സ്പാനിഷ് പ്ലെയേഴ്സ് അവരെ അങ്ങോട്ട് പാക്കിൽ ഹണ്ട് ചെയ്യാണ്.
അപ്പോൾ എന്താ ചെയ്യുക? അവിടെ നിന്ന് ബോൾ റിലീസ് ചെയ്യാൻ സാധിക്കില്ല. യെസ്, അവരുടെ അറ്റാക്കിംഗ് പ്ലേയേഴ്സ്, 4 അറ്റാക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഫുട്ബോളേഴ്സാണ്. അവർക്ക് ഏത് ടീമിനെയും ഹേർട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലേയേഴ്സാണ്. പക്ഷേ അവരിലേക്ക് ബോൾ എത്തിച്ചു കൊടുക്കാൻ ആരെങ്കിലും വേണ്ടേ? അതാണ് ഈ മിഡ്ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് ഫുട്ബോൾ എന്നുള്ള കാര്യം ഓർക്കണം. യെസ്, പലരും ഓഫ് കോഴ്സ് കൂടുതലും ഫോർവേഡുകളെ കുറിച്ചിട്ടായിരിക്കും സംസാരിക്കുക. നോ പ്രോബ്ലം, അത് സംസാരിക്കുന്ന തരത്തിലുള്ള സംഭവം തന്നെയാണ്. പിന്നെ ഡിഫൻസ് നമുക്ക് ടൈറ്റിലുകൾ നേടിത്തരുമെന്ന് പറയുന്നു. യെസ്, അതും ഫാൻറ്റാസ്റ്റിക് ആയിട്ടുള്ള സംഭവം തന്നെയാണ്. ഫാൻറ്റാസ്റ്റിക് ആയിട്ടുള്ള ആ ഒരു വാചകം തന്നെയാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ തന്നെ സ്പെയിനെ സംബന്ധിച്ചോളം അവർ 6 ക്ലീൻ ഷീറ്റുകളാണ് ഈ ഒരു ടൂർണമെൻറ്റിൽ കരസ്ഥമാക്കിയുള്ളത്. അവർ കളിച്ചുള്ളത് ഇപ്പോൾ ഈ ഒരു നോക്കൗട്ട് സ്റ്റേജിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർ പോർച്ചുഗലിനെതിരെ പോരാടിയിട്ടുണ്ട്, ബെൽജിയത്തിനെതിരെ, ഫ്രാൻസിനെതിരെ. അതായത് 16 ഗോളുകൾ അടിച്ച് ഈ മത്സരത്തിന് മുമ്പായിട്ട് 47 ഷോട്ട് ഓൺ ടാർഗറ്റ് അടിച്ച്, അതായത് ഇങ്ങനെ ഫ്ലെയറും ഫ്ലാംബോയൻസും ഒക്കെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്ന ആ ഫ്രഞ്ച് സൈഡിന് ഒരു ബിഗ് ചാൻസ് പോലും ക്രിയേറ്റ് ചെയ്യാൻ സമ്മതിക്കാതെയാണ് യുവമാർ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത്. സെമി ഫൈനലിൽ അവരെ നിലംപരിശാക്കി കളയുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ മിഡ്ഫീൽഡ് വഹിച്ചുള്ള പങ്ക് വളരെ വലുതാണെന്നുള്ളതാണ്. അത് ഈ മിഡ്ഫീൽഡ് ഫാബിയൻ റൂയിസും പെഡ്രിയും ഡാനി ഓൾമോയും അതിലേക്ക് ഒയർസബാൽ ഇറങ്ങി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈവൻ ഫുൾ ബാക്ക് കയറുന്ന ആൾക്കാർ സപ്പോർട്ട് ചെയ്യാൻ വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ മിഡ്ഫീൽഡിൽ ഒരു തരത്തിലുള്ള ഒരു സ്നിഫ് പോലും ഫ്രാൻസിന് കിട്ടുന്നുണ്ടായിരുന്നില്ല എന്നതാണ്. മൈക്കൽ ഒലീസൊക്കെ താഴോട്ട് ഇറങ്ങി വരാൻ ശ്രമിക്കുന്നില്ലായിരുന്നു, മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി വരാൻ ശ്രമിക്കുന്നില്ലായിരുന്നു. പക്ഷേ മൈക്കൽ ഒലീസേനെയൊക്കെ പൊതിയാണ്, ആളുടെ അടുത്തൊക്കെ ബോൾ അങ്ങോട്ട് വളരെ സിമ്പിളായിട്ട് വിൻ ചെയ്യാണ് അവന്മാർ. കാരണം വെച്ചാൽ അതത്ര സിമ്പിളല്ല സത്യം പറഞ്ഞാൽ. അതിന് അത്രയും ഹാർട്ട് വേണം, അത്രയും ആ ഒരു എഫിഷ്യൻ്റായിട്ട് ആ ഒരു ടീമായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്നുള്ളതാണ്. അത് തന്നെയാണ് നമുക്ക് ഈ ടീമിൽ നിന്ന് കാണാൻ സാധിച്ചത്. ബയന ലെഫ്റ്റ് സൈഡിൽ കളിച്ചിരുന്നത് ബയനയുടെയൊക്കെ 6 തവണയാണ് ചെങ്ങായി പൊസഷൻ റിക്കവർ ചെയ്തിട്ടുള്ള ഈ മത്സരത്തിൽ. അതായത് ഇതുവരെയുള്ള എല്ലാ മത്സരങ്ങളും ചെങ്ങായി കമ്പൈൻ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അത്രയും പൊസഷൻ വിൻ ബാക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് സംശയമുള്ളൊരു സംഭവമാണ്. അപ്പോൾ ആ രീതിയിലുള്ള കമ്മിറ്റ്മെൻറ്റ് ആ ലെഫ്റ്റ് സൈഡിൽ കളിക്കുന്ന ബയനയുടെ നമ്മൾ കാണുന്നു. മാത്രമല്ല ഇതിൽ ജലഫിൻ്റെ നടത്തിയുള്ള ചെറിയൊരു ട്വീക്ക് ഉണ്ട്. അതായത് എന്താണ്, ആ ഒരു 4-3-3 ശൈലിയിലേക്കാണ് അവർ പലപ്പോഴും കളിക്കാൻ ശ്രമിക്കാറുള്ളത്. അതായത് റോഡ്രി ഡീപ്പസ്റ്റ് മിഡ്ഫീൽഡറായിട്ട് ആ ഒരു 6 ആയിട്ട് കളിക്കുന്നു. പിന്നെ ബാക്കി ആളുടെ കൂടെയുള്ള 2 മിഡ്ഫീൽഡർമാർ കൂടുതൽ സമയം 8കളെ പോലെയാണ് കളിക്കുക എന്നുള്ളതാണ്. അതിൽ തന്നെ ഫാബിയൻ റൂയിസിനെ സ്റ്റാർട്ട് ചെയ്യാനുള്ള തീരുമാനം കഴിഞ്ഞ മത്സരത്തിൽ ബെൽജിയത്തിനെതിരെ എടുത്തുള്ള തീരുമാനം എന്ന് വെച്ചാൽ പെഡ്രി കുറച്ച് സ്ലോപ്പി ആയിരുന്നു. അപ്പോൾ ആ ഒരു സ്ലോപ്പിനെസ് കണ്ട് ഡെലഫിയൻ്റെ ബ്രേവ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നു. കാരണം ഫാബിയൻ റൂയിസ് ടീമിലേക്ക് വരുന്നു, ഭയങ്കര ലെഫ്റ്റ് ഫുട്ടഡ് ആയിട്ടുള്ള പ്ലെയറാണ്. പക്ഷേ എന്താണ്, ഭയങ്കര കാം ഉണ്ട് ബോളാണെന്ന് മാത്രമല്ല ബോക്സിലേക്ക് ക്രാഷ് ചെയ്യാനും പറ്റും. അത് ബെൽജിയത്തിനെതിരെ നമുക്ക് കാണാൻ സാധിച്ചുള്ള സംഭവമാണ്. പക്ഷേ ഈ മത്സരത്തിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ കൃത്യമായിട്ടൊരു ഡബിൾ പിവോട്ടിനെ വെച്ച് കളിപ്പിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടത്. 4-2-3-1 എന്ന രീതിയിൽ റോഡ്രിയുടെ കൂടെ തന്നെയായിരുന്നു ഫാബിയൻ റൂയിസ് ഉണ്ടായിരുന്നത്. അവർ രണ്ടുപേരും ഒരുമിച്ച് ആ ഒരു മിഡ്ഫീൽഡ് അങ്ങോട്ട് അടക്കി വാഴുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ റോഡ്രി വെറുതെ ഒന്നല്ലേ ചങ്ങായി ബാലൻ ഡോർ വിജയിച്ചിട്ടുണ്ടായിരുന്നു. പലർക്കും ആളിനെ വല്ലാത്ത രീതിയിൽ അങ്ങോട്ട് റെസ്പെക്ട് ചെയ്യാനൊരു മടിയുള്ളത് പോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം വെച്ചാൽ എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ റോഡ്രി സെൻസേഷണൽ ഫുട്ബോളറാണ്. എല്ലാം വളരെ ഈസിയാക്കി തോന്നിക്കും. ആളുടെ ഒരു പൊസിഷനിൽ ആളെക്കാൾ മികച്ചൊരു ഫുട്ബോളർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമുള്ളൊരു കാര്യമാണ്. അതായത് ഒരുപക്ഷെ ബുസ്കറ്റ്സിനെ കാണുന്ന പോലെയാണ് നമുക്ക് ഈ മത്സരത്തിൽ റോഡിനെ കാണാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻ, ആളുടെ ടാക്കിളുകൾ, ആളുടെ ഇൻ്റർസെപ്ഷൻസ്, മാത്രമല്ല ആളുടെ പാസിങ്. ആൾക്കറിയാം എവിടെയാണ് തൻ്റെ ടീംമേറ്റ് ഉള്ളത് എന്നുള്ളത്. അത് 1 ടച്ചിൽ റിലീസ് ചെയ്യാനും ചങ്ങായിക്ക് അറിയാവുന്നതാണ്. ചില സാഹചര്യം കാല് നീട്ടി വെച്ചിട്ടൊക്കെ ആയിരിക്കും പാസ് കൊടുക്കുന്നുണ്ടായിരിക്കുക. ചിലർ വിചാരിക്കും ഇപ്പോൾ പോകും പൊസിഷൻ എന്നുള്ളത്. ഇല്ല, പോകില്ല. അത്രയും സേഫാണ് റോഡ്രി. ആൾക്കാർ സ്പേഷ്യൽ അവയർനെസ് ഉണ്ട്, ആൾക്കാർ പൊസിഷണൽ അവയർനെസ് ഉണ്ട്, ആളുടെ ചുറ്റിലും ആരൊക്കെ എവിടെയൊക്കെ ഉണ്ട്, ഒപ്പോസിഷൻ പ്ലെയർ എവിടെയൊക്കെ ഉണ്ടെന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് റോഡ്രിക്ക് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് യെസ്, പൊസിഷൻ അവസാനം നമ്മൾ സ്റ്റാറ്റ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 51-49 ആണ് പൊസിഷൻ്റെ സ്റ്റാറ്റ് നോക്കി കഴിഞ്ഞാൽ. സ്പെയിനിന് 51% പൊസിഷനേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയുന്നത്. പക്ഷേ കണ്ണുകൊണ്ട് കളി കാണുന്ന സാഹചര്യത്തിൽ ഫ്രാൻസിനെ സംബന്ധിച്ചുള്ള അവർക്ക് ബോൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇനി അഥവാ അവർക്ക് കിട്ടുന്ന സാഹചര്യത്തിൽ അത് സ്പെയിന് കൊടുക്കുകയാണ്. ഓക്കെ, അത് എടുത്തിട്ട് വളരെ പെട്ടെന്ന് തന്നെ അവരുടെ അടുത്ത് തിരിച്ചു പഠിക്കാനുള്ള ശ്രമം നടത്തുന്നു. പിന്നെ ടുവേർഡ്സ് എൻഡ് ഓഫ് ദ ഗെയിമൊക്കെയാണ് പിന്നെയും, കാരണം വെച്ചാൽ 2-0 ലീഡുണ്ട്, ഫ്രാൻസ് പിന്നെയും എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷേ അതിൽ ഈ സ്പെയിനെ സംബന്ധിച്ചോളം അവർക്ക് അറിയായിരുന്നു അവർക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. പിന്നെ മാത്രമല്ല അവസാനമൊക്കെ വെച്ചിട്ട് ഇവരെ വെച്ച് കളിക്കുകയായിരുന്നു ബോൾ വെച്ചിട്ട്. ഇപ്പോൾ കുക്കുരയും പിന്നെ ആ മിഡ്ഫീൽഡിലേക്ക് കയറി വന്നിട്ട് പെഡ്രിയൊക്കെ ഉണ്ട് ആ ഒരു സാഹചര്യം സബ്ബായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. കളിക്കുക ബോൾ വെച്ചിട്ട്, അതായത് ട്രെയിനിങ് ഗ്രൗണ്ടിലൊക്കെ കാണിക്കുന്ന പോലത്തെ സാധനങ്ങളായിട്ട് പൊസിഷൻ കീപ്പ് ചെയ്തിട്ട് കളിക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. എന്താണിത്? ആർക്കെതിരെയാണ് കളിക്കുന്നത്? ഫ്രാൻസിനെതിരെ. ഏത് രീതിയിലുള്ള ഫ്രാൻസ്? അമ്മാതിരി ഹൈപ്പിൽ നിന്നുണ്ടായിരുന്ന ഫാൻറ്റാസ്റ്റിക് പെർഫോമൻസുകൾ ഈ ടൂർണമെൻറ്റിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്ന ഫ്രാൻസ്, അവർ ടോയ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കുന്നവരുണ്ട്. വാവ് മാൻ. അതായത് ടെക്നീഷ്യന്മാർ അങ്ങോട്ട് ആ ഗെയിം കൈകാര്യം നമ്മൾ കണ്ടത്. അപ്പോൾ 1 സെക്കൻഡ് ഞാൻ പറയുകയാണ്, യെസ്, അറ്റാക്കിംഗ് പ്ലെയേഴ്സിന് ഒറ്റ കളി ജയിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ടാവും. ഡിഫൻസ് നമുക്ക് ടൈറ്റിലുകൾ നേടിത്തരും. പക്ഷേ മിഡ്ഫീൽഡ് വഹിക്കുന്നൊരു പങ്കുണ്ട്. ആ മിഡ്ഫീൽഡാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മേഖല ഫുട്ബോളിൽ. മിഡ്ഫീൽഡ് ഡിഫൻസിൻ്റെയും ഭാഗമാണ്, അറ്റാക്കിൻ്റെയും ഭാഗമാണ്. അതാണ് ഇതിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ള സംഭവം. മിഡ്ഫീൽഡ് രണ്ടിൻ്റെയും ഭാഗമാണ്. ആ ഒരു
കണക്ഷനാണല്ലോ, അതൊരു ഫാന്റാസ്റ്റിക്. നമ്മൾ അതിൽ തന്നെ റോഡ്രിയുടെ കൂടെ ഫാബിയാൻ കൂടിയപ്പോൾ ഉണ്ടല്ലോ, ഫാബിയാൻ്റെ ചില സാധനങ്ങളുണ്ടായിരുന്നു. അതായത് ആ പ്രഷർ ഇവേഡ് ചെയ്ത് പോകുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഭയങ്കര സാധനം. ആളെ പ്രസ് ചെയ്യാൻ 2-3 ഫ്രഞ്ച് പ്ലേയേഴ്സൊക്കെ വരുമ്പോൾ ആളുടെ ആ ഒരു ഫേക്ക് സാധനം ആൾ പുറകിലേക്ക് പോണ പോലെ കാണിച്ചിട്ട് തിരിച്ചു വരുന്നു. മാൻ ഫാബിയൻ ഹാഡ് എ സെൻസേഷണൽ ഗെയിം. പക്ഷേ സ്റ്റിൽ ആ മിഡ്ഫീൽഡിലെ സ്റ്റാൻഡ് ഔട്ട് പെർഫോമർ റോഡ്രി തന്നെയായിരുന്നു. വൺസ് അഗൈൻ ഡാനി ഓൾമോയുടെ അസിസ്റ്റ് സിൽക്കി ആയിരുന്നു വേറെ കാര്യം. അതോടൊപ്പം തന്നെ ആളുടെ കോൺട്രിബ്യൂഷൻ, ഈ പറഞ്ഞ പോലെ ഈ ഹണ്ട് ചെയ്യുന്നതിലുള്ള ആളുടെ കോൺട്രിബ്യൂഷൻ ഒരു രക്ഷയുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഡാനി ഓൾമോ സ്പെയിനിൻ്റെ കുപ്പായത്തിൽ ബിഗ് മത്സരങ്ങളിലൊക്കെ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നത് നമ്മൾ ഇതിന് മുമ്പും കണ്ടുള്ളതാണ് അല്ലേ. ഇപ്പോൾ 8 അസിസ്റ്റുകളായി അദ്ദേഹത്തിൻ്റെ പേരിൽ. അപ്പോൾ ആ രീതിയിൽ മേജർ കോമ്പറ്റീഷൻസിൽ സ്പെയിനിന് വേണ്ടിയിട്ട് സെസ് ഫാബ്രിക്കസിനോടൊപ്പം ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരാളായിട്ട് മാറിയിരിക്കുകയാണ് ഡാനി ഓൾമോ എന്നുള്ള കാര്യം ഓർക്കണം. അതിൽ തന്നെ ഒരു ഇൻസ്റ്റൻസ് ഒക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇവർ ആ ഒരു 4-2-3-1 സെറ്റപ്പാണ്. ഇനിയിപ്പോൾ ഫ്രാൻസിന് പൊസിഷൻ കിട്ടുന്ന ഒരു സാഹചര്യത്തിലേ അവർക്ക് ചിന്തിക്കാനുള്ള സമയം കൊടുക്കുന്നില്ല. ഡാനി ഓൾമോ വളരെ പെട്ടെന്ന് വന്നിട്ട് ബോൾ വിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ബയന് വന്നിട്ട് ബോൾ വിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഫാബിയൻ റൂയിസ് ബോൾ വിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒയർസബാൽ വന്നിട്ട് ബോൾ വിൻ ചെയ്യുന്നു. ഒയർസബാൽ താഴോട്ടിറങ്ങി വന്ന് ഈവൻ 6 ആകുന്ന സാഹചര്യം പോലും നമ്മൾ കിട്ടുന്നത്. ആ മിഡ്ഫീൽഡിൽ അവർക്ക് ആ ഒരു ഡോമിനേഷൻ വേണം. ആ മിഡ്ഫീൽഡിൽ ഈ ഫ്രാൻസിനെ കംപ്ലീറ്റ്ലി അങ്ങോട്ട് ഔട്ട് നമ്പർ ചെയ്യണം എന്നുള്ളത് അവരുടെ ചിന്തയായിരുന്നു. ഇതിൽ തന്നെ മറ്റൊരു കാര്യം ഇപ്പോൾ എംബാപ്പയ്ക്ക് മത്സരത്തിന് ശേഷം പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ പറഞ്ഞ് നമ്മൾ ഈ പെർഫോമൻസ് പറഞ്ഞാൽ വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഒരു സെമി ഫൈനലിന് യോജിച്ച തരത്തിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നില്ല നമ്മൾ കാഴ്ചവെച്ചെന്നുള്ള രീതിയിൽ ആൾ ആ ഒരു ക്വാളിറ്റി കാഴ്ചവെക്കുന്നുണ്ട്. എന്ത് ക്വാളിറ്റി? അതായത് ആ ഒരു ഓൺ ചെയ്യാനുള്ള ക്വാളിറ്റി. അതായത് പിന്നെ നമ്മൾ തോറ്റു, അതിൽ വേറെ തരത്തിലുള്ള ബ്ലെയിമും കാര്യങ്ങളോ ചെയ്യാതെ എന്താണ് ദശാംശ സൂപ്പർ റെഫറീനെയൊക്കെ ബ്ലെയിം ചെയ്യുന്നുണ്ട്. എന്തിനാണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ കിലിയൻ എംബാപ്പെ, അതേപോലെ തന്നെ റയാൻ ചെറുക്കി, ഇവരൊക്കെ കൃത്യമായിട്ടും അനലൈസ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ പുള്ളി പറയുന്നുണ്ട്, നമ്മൾ ആ ഒരു 2 പ്ലെയറിനെ 3 പേരെ വെച്ചിട്ട് പ്രസ് ചെയ്യാനുള്ള ശ്രമമൊക്കെ നടത്തുന്നത്. ഏത് 2 പ്ലെയറാണ്? അതായത് അവരുടെ ഡിഫൻസിനെയാണ് ഉദ്ദേശിക്കുന്നത്. കുബാർസി, ലപ്പോർട്ട് ഓൺ ദ ബോൾ ഒരു രക്ഷയില്ലാത്ത ചങ്ങായിമാരാണ് അല്ലേ. അപ്പോൾ അവരെ 3 പേരെ വെച്ചിട്ട് പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ എന്താണ് 3 പേരെ വെച്ചിട്ട് പ്രസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മാൻമാർക്ക് ചെയ്യണമായിരുന്നു എന്നുള്ളതാണ് പിന്നെ എംബാപ്പെ പറയുന്നത്. പക്ഷേ അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ 3 പേര് അങ്ങനെ ആ 3 പേരുടെ പ്രശ്നമൊക്കെ ഈ 2 പേർക്ക് മറികടക്കാൻ സാധിക്കുക. എന്ന് വെച്ചാൽ ഫുൾ ബാക്ക് ഏരിയയിൽ കുക്കുരയെ ഫ്രീ ആയിട്ടിരിക്കും, അല്ലെങ്കിൽ ഇപ്പുറത്ത് പിന്നെ പെഡ്രോ പോറോ ഫ്രീ ആയിട്ടിരിക്കും. ഇനി ഇതോടൊപ്പം തന്നെ 2 മിഡ്ഫീൽഡർമാരുണ്ടേ, റോഡ്രിക്കോ ഫാബിയാനോ പാസുകളുണ്ടായിരിക്കും, അതേപോലെ തന്നെ ഡാനി ഓൾമോക്കും പാസുകളുണ്ടായിരിക്കും. ഇപ്പോൾ ഇതിൽ തന്നെ രണ്ടാമത്തെ ഗോൾ അടിക്കുന്നത്, രണ്ടാമത്തെ ഗോൾ ഞാൻ തുടങ്ങുന്നത്. ആദ്യത്തെ ഗോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതേപോലെ തന്നെ സലീബ് കിട്ടിയിട്ടുള്ള ഇഞ്ചുറി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊമെൻ്റാണ്. പക്ഷേ രണ്ടാമത്തെ ഗോൾ ഞാൻ തുടങ്ങാം. രണ്ടാമത്തെ ഗോൾ എങ്ങനെയാണ്? എത്ര അനായാസമായിട്ടാണ് ആ ലൈൻ ബ്രേക്കിംഗ് പാസ് ഡിഫൻസിൽ നിന്നും പിന്നെ സ്പെയിൻ കൊടുക്കുന്നത്. ഡാനി ഓൾമോ പിക്ക് ചെയ്യാണ്. ഡാനി ഓൾമോ പിക്ക് ചെയ്തിട്ട് അതുമായിട്ട് റൺ ചെയ്യുന്നു. അതായത് ഫ്രാൻസിൻ്റെ പ്രസ് അവിടെ നോൺ എക്സിസ്റ്റൻ്റ് ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. കാരണം അവർ ടയേർഡായി ഓൾറെഡി. കാരണം ഈ സ്പെയിൻ ഇങ്ങനെ ബോൾ വെച്ചിട്ട് ഇങ്ങനെ കളിക്കുന്നു, അവരിങ്ങനെ പാസ് ചെയ്യുന്നു. അപ്പോൾ അത് മെൻ്റലിയും അഫക്റ്റ് ചെയ്യുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഇത് സെക്കൻഡ് ഹാഫിലാണല്ലോ, ഡാനി ഓൾമോ അതുമായിട്ട് പോകുന്നു. വേണമെങ്കിൽ ത്രൂ ബോൾ കൊടുക്കാമായിരുന്നു, ആൾക്കില്ല, ആൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊടുക്കുന്നു. എന്നിട്ട് അത് പിന്നെ ഒരു ഷോട്ടിനുള്ള അറ്റംപ്റ്റൊക്കെയാണ് ബയനെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ബ്ലോക്ക് ചെയ്യപ്പെടുന്നത്. എനിവേ ആ ബോൾ റോഡ്രിയിലേക്ക് തിരിച്ചെത്തിയുള്ള സാഹചര്യത്തിൽ റോഡ്രി ലമീൻ യമാലിനെ പിക്ക് ചെയ്യാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഒരു ലോഫ്റ്റഡ് ബോൾ ബോക്സിലേക്ക് കൊടുത്തുള്ള അതും പിന്നെ ഡിഫെൻഡ് ചെയ്യാണ് ഫ്രാൻസ്. പക്ഷേ അഗെയിൻ അത് റോഡ്രിയുടെയും ഫാബിയൻ റൂയിസിൻ്റെ ഏരിയയിലേക്ക് തന്നെ വന്നു വീഴുകയാണ്. കാരണം അവർക്കറിയാം എവിടെയാണ് നിൽക്കേണ്ടതെന്നുള്ളത്. അവരുടെ റെസ്റ്റ് ഡിഫൻസ് വാസ് ഫാന്റാസ്റ്റിക്. എന്നതിന് ശേഷം പിന്നെ എന്താണത് പെഡ്രോ പോറോ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പ്രിവ്യൂവിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഈ പോറോയും കുക്കുരയൊക്കെ എത്രത്തോളം മുമ്പോട്ടേക്ക് പോകും. കാരണം വെച്ചാൽ ഈ ഫ്രാൻസിൻ്റെ അറ്റാക്കിംഗ് പ്ലേയേഴ്സിൻ്റെ ആ ഒരു പ്രസൻസ് ഉള്ളതുകൊണ്ട്. കാരണം വെച്ചാൽ ആ സ്പേസ് അവർ ലീവ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പേസിലൂടെ അവന്മാർ അറ്റാക്ക് ചെയ്യുമല്ലോ എന്നുള്ള ആ ഒരു തോന്നണ്ടായിരുന്നു. പക്ഷേ ഡെലിഫിൻ്റെ ടീമിനെ സംബന്ധിച്ചോളം അവരുടെ ഓൺ ദ ബോൾ എബിലിറ്റിയിലും അവരുടെ ഓഫ് ദ ബോൾ ആ ഒരു എഫേർട്ടിലും ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. അവരുടെ തനതായിട്ടുള്ള ശൈലിയിൽ തന്നെ കളിക്കുന്നു. അതിലൊരു മാറ്റവും കൊണ്ടുവന്നില്ല എന്നതാണ്. വിട്ട് പ്രൊവൈഡ് ചെയ്യാൻ കുക്കുരയെ ശ്രമിക്കുന്നു, പെഡ്രോ പോറോ ലമീൻ യമാലിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ഈ ഒരു അവസരത്തിൽ പെഡ്രോ പോറോ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഓൾമോക്ക് പാസ് കൊടുക്കുകയാണ്. ഓൾമോയിട്ട് 1-2 കളിക്കാനുള്ള ശ്രമമാണ് പെഡ്രോ പോറോ കൊടുക്കുന്നത്. പക്ഷേ പെഡ്രോ പോറോ ആ ഒരു പിന്നെ പാസ് ഓൾമോ കൊടുക്കുമ്പോൾ ഓൾമോനെ പ്രസ് ചെയ്യുന്നുണ്ട് ഫ്രഞ്ച് ഡിഫൻഡർ. എനിക്ക് തോന്നുന്നു ഉമക്കാനാണ് പ്രസ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഓൾമോ ആ പ്രസ് ചെയ്തുള്ള സാഹചര്യത്തിലും ആ ഫിസിക്കലാകുന്ന സാഹചര്യത്തിലും സിൽക്കി ആയിട്ട് ആ ബോൾ ബോക്സിലേക്ക് ആ ഫ്ലിക്ക് അവിടെ റിലീസ് ചെയ്യണം. ഗ്ലോറിയസ് ടച്ച്. ഡാനി ഓൾമോയുടെ ആ ടച്ച് ആബ്സല്യൂട്ട്ലി ഫാന്റാസ്റ്റിക് ആണ്. പക്ഷെ അതിലേക്ക് ഓടി എത്തുന്നത് ആരാ? പെഡ്രോ പോറോ ആണ്. ഈ പെഡ്രോ പോറോയുടെ റൺ എന്തേ ആരും ട്രാക്ക് ചെയ്യാത്ത, എന്തേ ആ ഒരു വില്ലിങ്നെസ് കാഴ്ചവെക്കാത്ത? ലൂക്കഡീൻ ആണെങ്കിൽ അവിടെ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് ലൂക്കഡീൻ അവിടെ ലമീൻ യമാലിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. ലാക്രോ ഡിഫൻഡർ
അതായത് ആ ഒരു ഫ്ലിക്ക് ഉണ്ടല്ലോ, ആ ഒരു ഫ്ലിക്കിൽ ഇവരെല്ലാവരും ആ ഫ്ലിക്ക് നോക്കി നിൽക്കുകയാണ്. അതേപോലെ തന്നെ പെഡ്രോ പോറോ ഓടിപ്പോണ് നോക്കി നിൽക്കുകയാണ് ഈ മിഡ്ഫീൽഡർമാരാണെങ്കിലും അറ്റാക്കിംഗ് പ്ലെയേഴ്സ് ആണെങ്കിലും. അപ്പോൾ ഇനഫ് സ്പാനിഷ് പ്ലെയേഴ്സ് കൊടുത്ത ആ ഒരു ഇനഫ് പിന്നെ ഡിഫെൻസീവ് കോൺട്രിബ്യൂഷനും വർക്ക് റേറ്റും ഈ ഫ്രഞ്ച് ടീമിൽ നിന്ന് നമ്മൾ കണ്ടില്ല. അല്ലെങ്കിൽ ആ രീതിയിൽ ആ ബ്ലഡും സ്വെറ്റും കൊടുക്കണമെന്ന് ഞാൻ പറയാറുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക്. അത് നമുക്ക് സ്പാനിഷ് പ്ലേയേഴ്സും കാണാൻ സാധിച്ചു. ഓഫ് കോഴ്സ് അവർ പൊസഷൻ മനോഹരമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പൊസഷൻ നഷ്ടപ്പെടുന്ന കാര്യത്തിലുള്ള അവരുടെ ആ ഒരു എഫേർട്ട് ഉണ്ടായിരുന്നല്ലോ, അതിനും കൈയ്യടി കൊടുക്കുന്നതാണ്. അപ്പോൾ ഇവിടെ അത് ഫ്രഞ്ച് പടയിൽ നമുക്ക് കാണാൻ സാധിച്ചില്ല. പെഡ്രോ പോറോ ഗ്രേറ്റ് കമ്പോസർ കാഴ്ച വെക്കുന്നു, ഫാന്റാസ്റ്റിക് ഫിനിഷ് പുൾ ഓഫ് ചെയ്യുന്നു. കഴിഞ്ഞ സീസണിൽ സ്പേഴ്സിന് വേണ്ടിയിട്ട് അത്ര മികച്ച പ്രകടനം നല്ല പോറോ കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആള് ഇപ്പോൾ രണ്ടാമത്തെ ഗോൾ അടിച്ചിരിക്കുകയാണ് ഈ വേൾഡ് കപ്പ് ക്യാമ്പയിൻ. അതായത് ഹീറോയ്ക്ക് ശേഷം പിന്നെ ഒരു സ്പാനിഷ് ഡിഫൻഡർ വേൾഡ് കപ്പിൽ 2 ഗോൾ അടിക്കുന്നത് ആദ്യമായിട്ടാണെന്നുള്ള കാര്യം ഓർക്കേണ്ടത്. അപ്പോൾ ആ രീതിയിലാണ് പെഡ്രോ പോറോ പെർഫോം ചെയ്യുന്നത്. ലൂക്കഡീനൊക്കെ ആണെങ്കിൽ ഓൾറെഡി അവിടെ ലമീൻ യമാൽ ഉറക്കി കെടുത്തിട്ടുണ്ടായിരുന്നു. ആ ഗഡങ്ങറായിട്ടുണ്ടായിരുന്നു ലൂക്കഡീന് ലമീൻ യമാലുമായിട്ട് പിന്നെ ഏറ്റുമുട്ടാനായിട്ട്. അത് നമ്മൾ പ്രതീക്ഷയുള്ളൊരു സംഭവമാണ്. കാരണം വെച്ചാൽ ഈ ഫ്രഞ്ച് ടീമിലെ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള ഏരിയകൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഫുൾ ബാക്ക് ഏരിയയും അതേപോലെ തന്നെ ടെക്നിക്കൽ പ്ലേയേഴ്സ് വരുന്ന സാഹചര്യത്തിൽ ആ മിഡ്ഫീൽഡും സ്ട്രഗിൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. റാബിയൊക്കെ ഇങ്ങനെ കിടന്നു. ഫസ്റ്റ് ഹാഫിൽ ആളിനെ ഹാഫ് ടൈം ആയപ്പോൾ സബ് ചെയ്തല്ലോ. കാരണം വെച്ചാൽ ആളാ ഒരു നൂലുമ കളിക്കുകയായിരുന്നു. കാരണം ഫൗളുകൾ കമ്മിറ്റ് ചെയ്യുന്നു. ഒരു പക്ഷേ സെക്കൻഡ് യെല്ലോ കാർഡ് കിട്ടേണ്ട സാഹചര്യം വരുന്നു. അപ്പോഴാണ് ആളിനെ പിൻവലിക്കുന്നത്. അല്ലെങ്കിൽ ഒന്നും ഡെഷോംസ് റാബിയോനെ പിൻവലിക്കില്ല. പക്ഷേ ടെക്നിക്കൽ പ്ലേയേഴ്സ് വരുമ്പോൾ റാബിയോ ആണെങ്കിലും ചെമീനാണെങ്കിലും സ്ട്രഗിൾ ചെയ്യും. അത് സ്വാഭാവികമായിട്ടുള്ള സംഭവമാണ്. മനുക്കോനൊക്കെ തുടക്കത്തിൽ സ്റ്റാർട്ട് ചെയ്യണമായിരുന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പക്ഷേ അഗൈൻ മനുക്കോനെ വരുമ്പോഴേക്കും സ്പെയിൻ കംപ്ലീറ്റ് കൺട്രോളിലായിരുന്നുള്ള കാര്യം ഓർക്കണം. മാത്രമല്ല മിഡ്ഫീൽഡിൽ അവനെ ഈസിലി അവർ ഔട്ട് നമ്പർ ചെയ്ത് കളഞ്ഞു. ഒലീസയൊക്കെ 20 തവണയാണ് ഈ മത്സരത്തിൽ പൊസിഷൻ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് പൊസിഷൻ വിൻ ചെയ്യാണ്. മാത്രമല്ല ഇവരൊക്കെ ടേക്ക് ഓണുകൾ കൂടുതൽ നടത്താനുള്ള ശ്രമമാണ്. അതായത് കമ്പൈൻഡ് ആയിട്ടുള്ള എഫേർട്ടുകൾക്കുള്ള ശ്രമം നടത്തുന്നില്ല. അതായത് പാസ് ചെയ്ത് ആകെ നമ്മൾ ഡെംബേലെ നല്ലൊരു പാസ് പിന്നെ എംബാപ്പയ്ക്ക് കൊടുക്കുന്നത് നമ്മൾ കണ്ടു ഫസ്റ്റ് ഹാഫിൽ അല്ലേ. അത് മാത്രമാണ് ഒരു നല്ല പാസ്സായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. എനിക്കൊന്നത് ഓഫ് സൈഡ് ആയിരുന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എനിവേ അല്ലാതെ ഡെംബേലെ എംബാപ്പിനെ റിലീസ് ചെയ്യാൻ സാധിക്കില്ല. ഒലീസ് ഒരു പാസ് പോലും ഫസ്റ്റ് ഹാഫിൽ എംബാപ്പെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പോഴേക്കും ആളിനെ പൊതിയും. അപ്പോൾ അതാണ് ആ ഒരു ഓഫ് ദ ബോൾ ഇൻറ്റൻസിറ്റി ഉണ്ടല്ലോ, അത് ഭീകരമാണ്. അതായത് നമ്മൾ ഓഫ് കോഴ്സ് ഇതിൽ ഈ മത്സരത്തിലെ കൂടുതൽ സ്റ്റാറ്റ്സുകളും കാര്യങ്ങളും സംസാരിക്കുക എന്താണ്, ഡെഫിനറ്റ്ലി അവർ പന്ത് കൊണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചായിരിക്കും കൂടുതൽ സംസാരിക്കുക. പക്ഷേ പന്തില്ലാത്ത സാഹചര്യത്തിൽ ഈ സ്പാനിഷ് ടീം കാഴ്ചയുള്ള സംഭവങ്ങൾ, അതായത് അവർ 22 ടാക്കിളുകൾ അറ്റംപ്റ്റ് ചെയ്തു സ്പെയിൻ. ഫ്രാൻസ് എത്രയാണെന്ന് അറിയോ? 14 എണ്ണം. അതിൽ 22 14 പിന്നെ സ്പെയിൻ ടാക്കിളുകൾ വിൻ ചെയ്തപ്പോൾ 8 എണ്ണം മാത്രമേ ഫ്രാൻസ് വിൻ ചെയ്തിട്ടുള്ളൂ. അവർ നടത്തിയ 14 ഹാഫ് ഹാർട്ടഡ് ചാലഞ്ചസ്, ഇനഫ് ടാക്കിളുകൾ നടത്തിയിട്ടില്ല. ഇനി നടത്തുന്നതാണെങ്കിലോ അത് ഫൗളുകളാകുന്ന സാഹചര്യം നമ്മൾ കാണുന്നു. മൊത്തം ഗെയിമിൽ ഡ്യൂലുകൾ സ്പെയിന് 56% വിൻ ചെയ്തു എന്നുള്ള കാര്യം ഓർക്കണം. ആകെ 44% ഡ്യൂലുകൾ മാത്രമേ ഫ്രാൻസ് വിൻ ചെയ്തിട്ടുള്ളൂ. അതായത് ഡ്യൂലുകൾ വിൻ ചെയ്യൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അതിപ്പോൾ ടേക്ക് ഓൺ നടത്തുന്ന സാഹചര്യത്തിലാണെങ്കിലും ആ പ്ലെയറിൻ്റെ ടേക്ക് ഓൺ അവിടെ തടയണം. അതുപോലെ തന്നെ ഏരിയൽ ഡ്യൂലുകൾ, അതേപോലെ തന്നെ ഗ്രൗണ്ട് ഡ്യൂലുകൾ, അതിലൊക്കെ അപ്പർ ഹാൻഡ് സ്പെയിൻ ഉണ്ടായിരുന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് കംപ്ലീറ്റ് ടീം പെർഫോമൻസ് ആണ്. ഒരു ടീം പ്രോപ്പർ ടീമായിട്ട് പ്രവർത്തിക്കുന്നു, മറ്റത് കുറേ ഇൻഡിവിജ്വൽസ് എന്താ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ധാരണയില്ലാണ്ട് കളിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചില്ല. ടീമായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ ടെക്നീഷ്യന്മാരുണ്ടെങ്കിൽ പണി തരാൻ പറ്റും എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല അവരുടെ ഈ ഫ്രാൻസിൻ്റെ 44% ഈ ഡ്യൂൽ സക്സസ് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1978 ശേഷം ഏതെങ്കിലും ഒരു മത്സരത്തിൽ അവരുടെ ഏറ്റവും പിന്നെ ലോവസ്റ്റ് ഡ്യൂൽ വിൻ പെർസെൻറ്റേജ് ആണ്. അപ്പോൾ അവർ ഇനഫ് ഹാർട്ട് കൊടുത്തിട്ടില്ല, ഇനഫ് ബ്ലഡ് കൊടുത്തിട്ടില്ല, ഇനഫ് സ്വെറ്റ് കൊടുത്തിട്ടില്ല ഈ മത്സരത്തിൽ. മാത്രമല്ല ഫ്രാൻസ് ആകെ 32% ഏരിയൽ ഡ്യൂലുകൾ മാത്രമേ ഈ മത്സരത്തിൽ വിൻ ചെയ്തിട്ടുള്ളൂ എന്നതാണ്. അതും അവരുടെ അവസാന 40 വർഷത്തിൽ ഏറ്റവും കുറവ് ഏരിയൽ ഡ്യൂലുകൾ വിൻ ചെയ്തതിൻ്റെ സംഭവമാണ്. അപ്പം സ്പെയിന് എല്ലാ ഡ്യൂലുകളിലും ഒരു അപ്പർ ഹാൻഡ് എടുക്കുന്ന കാര്യം നമ്മൾ കാണുന്നത്. അപ്പോൾ തന്നെ റോഡ്രി ഡ്യൂലുകളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 15 ഡ്യൂലുകൾ അറ്റംപ്റ്റ് ചെയ്തതിൽ 11 വിൻ ചെയ്തിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഡ്യൂലുകൾ ഈ മത്സരത്തിൽ വിൻ ചെയ്തിട്ടുള്ള ആൾ റോഡ്രിയാണ്. അപ്പോൾ റോഡ്രിനെ കേവലം ഒരു പാസറായിട്ട് മാത്രം കാണണ്ട. ആൾ കേവലം പാസർ മാത്രമല്ല, ആ 6 റോള് ഏറ്റവും മനോഹരമായിട്ട് കൈകാര്യം ചെയ്യുന്ന തരത്തിലുള്ളൊരു ഫുട്ബോളാണ്. മനോഹരമായിട്ട്, അതായത് ഈ സാധനം ഉണ്ടല്ലോ, ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഈ സാധനം കൊണ്ട് കളിക്കേണ്ട കൂടി കളിയാണ്. അത് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ബ്രെയിൻ യൂസ് ചെയ്ത് കളിക്കുന്ന തരത്തിലുള്ള ഫുട്ബോളറാണ് റോഡ്രി. ഫാബിയൻ റൂയിസ് മൊത്തത്തിൽ ഈ സ്പാനിഷ് ആയിട്ട് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതിൽ അവരെ നയിക്കുന്നത് റോഡ്രിയാണ്. ആ തല കൊണ്ടാണ് ചങ്ങായി നയിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കണം. ആൾ വാട്ട് എ ഫുട്ബോളർ മാൻ, വാട്ട് എ ഫുട്ബോളർ. മാത്രമല്ല ഫാബിയൻ റൂയിസ് പിന്നെ 6 ഡ്യൂലുകൾ അറ്റംപ്റ്റ് ചെയ്തതിൽ 5 എണ്ണം വിൻ ചെയ്യുന്നു. ഫാബിയൻ പൊസഷൻ 7 തവണ റീഗെയിൻ ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ കാണുന്നത്. സ്പാനിഷ് സൈഡിൽ ഏറ്റവും കൂടുതൽ തവണ പൊസഷൻ റീഗെയിൻ ചെയ്തിട്ടുള്ളത് ഫാബിയൻ റൂയിസാണ്.
അലക്സ് ബയനുണ്ട് കൂട്ടത്തിൽ, അതേപോലെ തന്നെ ഡാനി ഓൾബോ ഉണ്ട്, റോഡ്രി ഉണ്ട്, ഇവരൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കണം. മാൻ ദാറ്റ് വാസ്, അതായത് ഞാൻ പറഞ്ഞല്ലോ ഒരു പെർഫെക്റ്റ് പെർഫോമൻസ്. ഇതിൽ നമുക്ക് കുറ്റമൊന്നും കണ്ടുപിടിക്കാനില്ല എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു നമ്മളൊരു അനാലിസിസ് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഓക്കെ ഇവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ഇവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, ഒന്നുമില്ല എന്നുള്ളതാണ്. അത്തരത്തിലൊരു കംപ്ലീറ്റ് ഡോമിനൻസ്. ഇത് ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു എംബാരസ്മെൻറ്റ് കൂടിയാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. യെസ്, ടോപ്പ് സൈഡിനെതിരെയാണ് അവർ പരാജയപ്പെട്ടു പോയിട്ടുള്ളത്, ശരിയാണ്. അവസാനത്തെ 11 മീറ്റിങ്ങുകൾ ഇവരുടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞു വെച്ചെങ്കിൽ അതിൽ അപ്പർ ഹാൻഡ് സ്പെയിൻ തന്നെ. ഈ ഫ്രഞ്ച് പടയുടെ ക്രിപ്റ്റനൈറ്റുകളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അപ്പോൾ സ്പെയിനറിയാം, 2 ഡിസ്റ്റിങ്റ്റീവ് സ്റ്റൈലുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ടെക്നീഷ്യന്മാരെ വെച്ചുകൊണ്ട് പ്രോപ്പർ ടീമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് അവർ ഈ ഫ്രഞ്ച് സൈഡിനെ മറ്റൊരു മത്സരത്തിൽ കൂടി പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. യൂറോയുടെ 2024 സെമി ഫൈനലിൽ പരാജയപ്പെടുന്ന നമ്മൾ കണ്ടു. നാഷൻസ് ലീഗിൽ 5-4 എന്നുള്ള സ്കോർ ലൈൻ പരാജയപ്പെടുന്ന നമ്മൾ കണ്ടു. ഇപ്പോൾ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലും പരാജയപ്പെടുത്തിയിരിക്കുകയാണ് 2-0 എന്നുള്ള സ്കോർ ലൈൻ. അതായത് 2-0 ക്ലീൻ ഷീറ്റ് എന്ന് മാത്രമല്ല, കേവലം ക്ലീൻ ഷീറ്റ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, 3 ഷോട്ട് ഓൺ ടാർഗറ്റ് മാത്രമേ ഫ്രാൻസിന് ഈ മത്സരത്തിൽ അടിക്കാൻ സാധിച്ചുള്ളൂ. അതൊക്കെ വന്നത് ഓൾറെഡി ഓൾമോസ്റ്റ് ഗെയിം കഴിഞ്ഞതിന് ശേഷമാണെന്നുള്ള കാര്യം ഓർക്കണം. കാരണം വെച്ചാൽ ഒരു തരത്തിലും ഇവർക്ക് ഒരു എൻട്രി കിട്ടുന്നില്ല. ഇനി എന്താണ് നമുക്കറിയാം, സ്പാനിഷ് സൈഡ് ആ ഒരു ഹൈലൈൻ കീപ്പ് ചെയ്യുന്ന തരത്തിലുള്ള സൈഡാണ്. കാരണം അവർ സ്ക്വീസ് ചെയ്യുമല്ലോ ഒപ്പോണൻസിന്. അപ്പോൾ ആ ലൈനിൻ്റെ പുറകിലൂടെ സ്പേസ് ഉണ്ടായിരിക്കും. പക്ഷേ അവിടെ ആ ലൈൻ എത്ര മനോഹരമായിട്ടാണ് അവർ കൈകാര്യം ചെയ്തത്. 4 തവണയാണ് പിന്നെ ഓഫ് സൈഡ് പിടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഫ്രാൻസിനെ. മാത്രമല്ല കിലിയൻ എംബാപ്പയെ സംബന്ധിച്ചിടത്തോളം, രാജമോഹനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഹാഫിൽ ആൾ 2 തവണ ഓഫ് സൈഡ് ആയിട്ടുണ്ടായിരുന്നു. ആൾ ഒപ്പോസിഷൻ ബോക്സിൽ ടച്ച് നടത്തിയതിനേക്കാൾ കൂടുതൽ തവണ ഓഫ് സൈഡ് ആകുന്ന ചിത്രം നമ്മൾ കാണുന്നു. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഫ്രസ്ട്രേഷൻ കൂട്ടുന്ന തരത്തിലുള്ള സംഭവമാണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലൊരു ടാക്റ്റിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താൻ ഡെഷോംസിന് സാധിച്ചോ എന്ന് വെച്ചാൽ അതും ഇല്ല എന്നുള്ളതാണ്. ആൾ ആ ഒരു സെയിം ടാക്ടിക്സുമായിട്ടാണ് ത്രൂ ഔട്ട് ദ ഗെയിം ഇറങ്ങിയിട്ടുണ്ടാകുന്നത്. വെച്ചാൽ ഡെലഫിൻ്റെ ആണെങ്കിൽ മനോഹരമായിട്ട് ആ മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്യുന്നു. ടാക്ടിക്കൽ മാസ്റ്റർ ക്ലാസ്സാണ് ഡെലഫിൻ്റെ ഭാഗത്ത് നമ്മൾ കാണുന്നത്. അതായത് ഈ സ്പാനിഷ് നാഷണൽ ടീമിനെ അവരുടെ യൂത്ത് ലെവലിൽ മാനേജ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൊരു ചങ്ങയാണ്. ഇപ്പോൾ സീനിയർ ടീമിനെ ആൾ മാനേജ് ചെയ്യുന്നു. ആൾ അവർക്ക് ആ ഒരു യൂറോ നേടിക്കൊടുക്കുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ വേൾഡ് കപ്പിൻ്റെ ഫൈനലിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. തുടർച്ചയായി 8 നോക്കൗട്ട് മത്സരങ്ങളിൽ മേജർ കോമ്പറ്റീഷൻസിൽ ജയിച്ചിരിക്കുകയാണ്. അതായത് ഇറ്റലിയുടെ ആ ഒരു റെക്കോർഡ് 30 കളിൽ അവർ നേതൃത്വത്തിനായ റെക്കോർഡിന് അവർ മറികടന്നിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിലൊക്കെയാണ് ഇപ്പോൾ ഈ സ്പാനിഷ് സൈഡ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല 37 മത്സരങ്ങൾ അൺബീറ്റനാണ് അവർ സംബന്ധിച്ചോളം. യെസ്, നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വരും, അത് തന്നെയാണ് എൻ്റെ മനസ്സിൽ വരാറുള്ളത്. കാരണം വെച്ചാൽ നാഷൻസ് ലീഗിൽ പോർച്ചുഗലിൽ അവർ പരാജയപ്പെട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് പിന്നെ അൺബീറ്റൺ ആകുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ എക്സ്ട്രാ ടൈമിലൊക്കെ സമനിലയാണെങ്കിൽ അതിനൊരു ഡ്രോ എന്ന രീതിയിലാണ് അത്ര കണക്കാക്കുക. പക്ഷേ അതൊരു റബ്ബിഷായിട്ടുള്ള സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പെനാൽറ്റി ഷൂട്ടിലും പരാജയപ്പെടൽ തന്നെയാണ്. അതിനൊരു അൺബീറ്റൺ എന്നുള്ള രീതിയിലൊന്നും കണക്കാക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പക്ഷേ അതാണ് ഈ സ്റ്റാറ്റ്സുകളൊക്കെ ആ രീതിയിലാണ് സംസാരിക്കുക എന്നുള്ളത്. അപ്പോൾ ലോങ്കസ്റ്റ് അൺബീറ്റൺ റൺ ഇപ്പോൾ നിലവിൽ ഈ സ്പാനിഷ് സൈഡിൻ്റെ പേരിലാണ് യൂറോപ്പിലെ ടീമുകളുടെ കാര്യമൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. അപ്പോൾ ആ രീതിയിൽ ഇവരിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രിവ്യൂവിൽ തന്നെ അവരിങ്ങനെ ഗ്രോ ചെയ്ത് വരുമായിരുന്നു. ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു അവർക്ക് ഇനിയും ഒരു ഗിയറൊക്കെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളത്. അത്തരത്തിലൊരു ഗിയർ അവർ ഷിഫ്റ്റ് ചെയ്യുന്നതാണ് ഈ മത്സരം കാണാൻ സാധിച്ചത്, അതും ഫ്രഞ്ച് സൂപ്പർ സ്റ്റാറുകൾക്കെതിരെ അല്ലേ. അപ്പോൾ അതിൽ ഈ ഹൈലൈൻ കീപ്പ് ചെയ്യുന്നു. അപ്പോൾ അതിൽ തന്നെ പിന്നെ മിഡ്ഫീൽഡിൽ ഇവർ ഡബിൾ പിവോട്ടിൽ റോഡ്രിയും ഫാബിയാനും മനോഹരമായിട്ട് കളിക്കുന്നു. ഡാനിയൽ സപ്പോർട്ട് ചെയ്യുന്നു, ഒയർസബാൽ സപ്പോർട്ട് ചെയ്ത് വരുന്നു. ബയനയാണെങ്കിലും ലമീൻ യമാലാണെങ്കിലും ആ ഒരു റണ്ണ് നടത്താൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ബയന പൊസിഷനിൽ വളരെ സേഫായുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഓഫ് ദ ബോൾ കിടിലിനായിട്ടാണ് ബയന കളിച്ചത്. ബയനക്ക് ആ ഫ്ലവേഴ്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ലമീൻ യമാൽ ഓഫ് കോഴ്സ് ആൾ ബോൾ കിട്ടുന്ന സാഹചര്യത്തിൽ ആളിങ്ങനെ ഡീനേനെ ഇടങ്ങറായിക്കൊണ്ടിരിക്കുകയാണ്. ഇനഫ് സപ്പോർട്ട് അവിടെ നിന്ന് ആ ഒരു അറ്റാക്കിംഗ് പ്ലേയേഴ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഡീനേക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. നേരെ മറിച്ച് കുക്കുരയുടെ കാര്യം എടുത്ത് കഴിഞ്ഞാൽ കുക്കുരയ്ക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് ബയന കൊടുക്കുന്നതാണ്. ചില സാഹചര്യങ്ങൾ അവർ 5 at the ബാക്കിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ അവർ സെറ്റിൽ ഫ്രാൻസിന് പൊസിഷൻ കിട്ടുന്ന കാര്യത്തിൽ അവർ 4-4-2 ബ്ലോക്കിലേക്ക് നീങ്ങുന്ന സാഹചര്യം നമുക്ക് സ്പാനിഷ് പ്ലേസിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നായിരുന്നു. അപ്പോൾ എന്താണ് ബിറ്റ്വീൻ ദ ലൈൻസ് സ്പേസ് കൊടുക്കുന്നില്ല. മൈക്കിൾ ഒലീസൊക്കെ ഇടങ്ങറായി. മൈക്കിൾ ഒലീസിനൊക്കെ സബ് ചെയ്യേണ്ട സാഹചര്യം വന്നു. അങ്ങനെ റയാൻ ചെർക്കിനെ പരീക്ഷിക്കേണ്ട ഒരു സാഹചര്യം വന്നു. കാരണം വെച്ചാൽ അത്തരത്തിലുള്ള ലക്ഷറി ഉണ്ട്, വിവിധ തരത്തിലുള്ള പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷേ പന്ത് കിട്ടിയാലല്ലേ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി പന്ത് കിട്ടിയ സമയം കിട്ടണ്ടേ, എന്നാലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഈ ഹൈലൈറ്റ് മുകളിലൂടെ കൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഓഫ് സൈഡിൽ നീങ്ങും, അതല്ലെങ്കിൽ എന്താണ് ഉനായ് സിമോൺ നല്ല രീതിയിൽ സ്വീപ്പർ കീപ്പറാകുന്ന സാധനം നമ്മൾ ഈ മത്സരത്തിൽ കണ്ടിട്ടായിരുന്നു. അപ്പോൾ ഇതിൽ തന്നെ ഫസ്റ്റ് ഹാഫിൽ ഇവർക്ക് ഒരു ചാൻസ് കിട്ടിയ അല്ലെങ്കിൽ ഒരു സ്വീപ്പർ കീപ്പർ കാര്യം വന്നിട്ടുള്ള ഒരു സാഹചര്യം വരുന്നത് എങ്ങനെയാണ്, ലോങ് ബോൾ കൊടുക്കണം. അപ്പോൾ മൈഗ്നാൻ ലോങ് ബോൾ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ലോങ് ബോൾ കൊടുക്കുന്നു. അപ്പോൾ അതിൽ അവർ ആ ഒരു ഫ്ലിക്കൊക്കെ നടത്തിയിട്ട് ലോങ് ബോൾ ഏരിയയിൽ വിൻ ചെയ്തതിന് ശേഷം എംബാപ്പിനെ റിലീസ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു. അപ്പോഴാണ് ഉനായ് സിമോൺ ആണെങ്കിൽ കാര്യം വന്നിട്ട് സ്വീപ്പർ കീപ്പറിനെ പണിയെടുക്കുന്നത്. അതേപോലെ തന്നെ
ഈ സ്പെയിനിൻ്റെ പ്രസ്സിങ്ങിൽ ഇടങ്ങറാകുന്ന സാഹചര്യം മൈനോൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഒരു മനോഹരമായിട്ടുള്ള ഗോൾ, അത് ഗോൾ ഡിസേർവ് ചെയ്യുന്ന തരത്തിലൊരു മൂവായിരുന്നു സ്പെയിനിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അത് മൈനോനെ പ്രസ് ചെയ്യാണ്, മൈനോനെ പ്രസ് ചെയ്യുന്ന സാഹചര്യത്തിൽ മൈനോനെ പൊസിഷൻ ഗിവ് അവേ ചെയ്യുന്നു. എന്നിട്ട് റോഡ്രി എന്ത് ചെയ്യുന്നു വെച്ചാൽ ലെമീനെ പിക്ക് ചെയ്യുന്നു, ലെമീൻ 1-2 കളിക്കുകയാണ് ഓൾമോയുടെ കൂടെ. ഈ ഓൾമോയുടെ ഈ ഫ്ലിക്കുകളും ആളുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചില സാധനങ്ങളുണ്ട്, അതൊക്കെ ഭയങ്കര രസമാണ്. അപ്പോൾ ആ രീതിയിൽ ലെമീനെ ചങ്ങായി റിലീസ് ചെയ്യുന്നു. ലെമീനാണെങ്കിൽ അവിടെ നിന്ന് നല്ലൊരു ലോ ക്രോസ് കൊടുക്കുന്നു. ഫാബിയൻ റൂയിസ് അപ്പോഴേക്കും ബോക്സിൽ എത്തിയിട്ടുണ്ട്. ഫാബിയൻ റൂയിസ് ലെഫ്റ്റ് ഫുട്ടഡ് ആണല്ലോ, ആൾ റൈറ്റ് ഫുട്ട് കൊണ്ട് ഫിനിഷ് ചെയ്യാൻ ശ്രമിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഉപമക്കാൻ അത് ബ്ലോക്ക് ചെയ്യുന്ന സാധനങ്ങൾ കാണുന്നു. പക്ഷേ അവിടെ അഗെയിൻ സ്പെയിനിൻ്റെ പ്രസ്സിങ്ങിന് മുമ്പിൽ ഇവർ ഇടങ്ങാറാണ്. അപ്പോൾ അവർ ഗോയിങ് ലോങ് പോകുന്ന സാധനങ്ങൾ. കാരണം വെച്ചാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ആ പിന്നെ ഡിഫൻസിൻ്റെ അടുത്ത് ബോൾ എടുത്തിട്ട് മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള പ്രൊഫൈലുകൾ ആ മിഡ്ഫീൽഡിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതിനിപ്പോൾ ഒലീസയൊക്കെ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ഒലീസയുടെയും കോൺഫിഡൻസ് ഇങ്ങനെ കുറഞ്ഞ് വരുന്നത്. കാരണം ആളുടെ അടുത്ത് പൊസിഷൻ നഷ്ടപ്പെടുകയാണ്. ഇവർ ഈ പറഞ്ഞ പോലെ ലിങ്കപ്പ് ചെയ്ത് കളിക്കുന്നതിന് പകരം കൂടുതൽ ടേക്ക് ഓണുകൾ നടത്താനും ആ രീതിയിലുള്ള ശ്രമങ്ങളാണ്. ഇപ്പോൾ ഉസ്മാനിക്കൊക്കെ അറ്റംപ്റ്റ് നടത്താൻ തന്നെ സെക്കൻഡ് ഹാഫ് വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നുല്ലേ, ഒരു അറ്റംപ്റ്റ് മര്യാദക്ക് നടത്താനൊക്കെ. ഫസ്റ്റ് ഹാഫിൽ ബാർക്കോളെ ആയിരുന്നു പിന്നെ അറ്റംപ്റ്റ് നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ബാർക്കോളെ ഒന്നും ഷോട്ടിലൊന്നും കൺവിക്ഷനോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. ഔട്ട്സൈഡ് ദ ബോക്സിനൊക്കെയാണ് അറ്റംപ്റ്റുകളും കാര്യങ്ങളും നടത്തുന്നുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ മത്സരത്തിൽ ആ ഒരു ഗെയിം ചേഞ്ചിങ് മൊമെൻറ്റ് സംഭവിക്കുന്നത് ആ ഒരു പെനാൽറ്റി ഇൻസിഡൻ്റ് ആണ്. അത് പെനാൽറ്റി ആണോ എന്നുള്ളതായിരിക്കും പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ആളുകളുടെ മനസ്സിലുണ്ടായിരിക്കും. അത് എൻ്റെ കാഴ്ചപ്പാടിൽ 100% പെനാൽറ്റിയാണ്. പിന്നെ അവിടെ ഒരു ഹാൻഡ് ബോൾ ഉണ്ടോ എന്നുള്ളതായിരിക്കും ചോദ്യം. യെസ്, ഞാൻ പറയാം. എനിവേ, ലെഫ്റ്റ് സൈഡിൽ കുക്കുരേലിനെ റിലീസ് ചെയ്യുന്നു. ഡിഫൻസിൽ നിന്ന് കുക്കുരേക്ക് പാസ് കൊടുക്കും. കുക്കുരെ ക്രോസ് കൊടുക്കുകയാണ് ബോക്സിലേക്ക്. ക്രോസ് കൊടുത്തുള്ള സാഹചര്യത്തിൽ എന്താണ് അത് ലൂക്കഡീൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. ലൂക്കഡീൻ ലെഫ്റ്റ് ബാക്കാണ്, ബോക്സിലുണ്ട്. ലൂക്കഡീനെ സംബന്ധിച്ചോളം ആൾ ഭയങ്കര ക്ലെവറായിട്ട് ചെസ്റ്റ് ഡൗൺ ഒക്കെ ചെയ്തിട്ട് അത് ആദ്യമേ ക്ലിയർ ചെയ്തുകൊണ്ടായിരുന്നില്ല. അത് ചെസ്റ്റ് ഡൗൺ ചെയ്യാനുള്ള ശ്രമം നടത്തണം. ചെസ്റ്റ് ഡൗൺ ചെയ്യാനുള്ള ശ്രമം നടത്തിയപ്പോൾ ലെമീൻ യമാൽ അവിടെ ആ ഒരു ചാൻസ് എടുക്കുകയാണ്. ലെമീൻ യമാൽ അതിലേക്ക് കുതിച്ചു വരികയാണ്. അവിടെ ആ ഒരു സാഹചര്യത്തിൽ എന്താണ് സറൗണ്ടിങ്സിൽ എന്താണെന്നുള്ളതിൻ്റെ ഒരു ധാരണ ലൂക്കഡീൻ ആളിനെ കിക്ക് ചെയ്യുന്നു, പെനാൽറ്റി കൊടുക്കുന്നു. ഇതേ രീതിയിലുള്ള ഇൻസിഡൻറ്റുകൾ ലൂക്ക മോഡ്രിച്ച് ഇംഗ്ലണ്ടിനെതിരെ പെനാൽറ്റി കൺസിഡർ ചെയ്തത് ഇതേ രീതിയിലായിരുന്നു. മെക്സിക്കോക്കെതിരെ ഹാരി കെയ്ൻ പെനാൽറ്റി കൺസിഡർ ചെയ്തത് ഇതേ രീതിയിലായിരുന്നു. അതായത് സറൗണ്ടിങ്സിലുള്ളത് അതിൻ്റെ ഒരു അവയർനെസ് ഇല്ലാത്ത സാഹചര്യത്തിൽ സംഭവിക്കുന്ന ഫൗളുകളാണ്. അതിലൊന്നും ചെയ്യാനില്ല. അൺലക്കി ആണെന്ന് വേണമെങ്കിൽ ഡീനയുടെ കാര്യത്തിൽ പറയാൻ പറ്റും. പക്ഷേ ഡീനക്ക് ഇനീഷ്യലി വേണമെങ്കിൽ അത് ക്ലിയർ ആകുമായിരുന്നു. ആളത് ചെസ്റ്റ് ഡൗൺ ചെയ്യാനുള്ള ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ലെമീൻ യമാൽ അവിടെ വളരെ ക്ലെവറായിട്ട് ആ ഒരു സിറ്റുവേഷൻ യൂസ് ചെയ്യുന്നു. പിന്നെ ആൾ ചാടി കുതിച്ച് വരുന്ന സാഹചര്യത്തിൽ ആളുടെ കയ്യിൽ തട്ടുന്നുണ്ടോ വെച്ചാൽ യെസ്, കയ്യിൽ തട്ടുന്നുണ്ട്. അത് ഹാൻഡ് ബോൾ ആണോ? അല്ല. കയ്യിൽ തട്ടുന്നത് എല്ലാം ഹാൻഡ് ബോൾ അല്ല. കാരണം വെച്ചാൽ ആൾ എന്ത് ചെയ്യണം? ആ കൈ അവിടെ ആൾ ഇങ്ങനെ കൈയേറ്റ് പോവുകയാണെങ്കിൽ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് അല്ലേ. അവിടെ കൈ കംപ്ലീറ്റ്ലി ബോഡിയിൽ ടക്ഡ് ഇൻ ആണ്. അവനിനി എന്താ ചെയ്യേണ്ടത്? കൈ അവിടെ ഒന്നും ചെയ്യാനില്ല. ആൾ ആ ഒരു ചാലഞ്ചിന് പോവാണ്. അവിടെ ലൂക്കഡീൻ്റെ ആ ഒരു ചാലഞ്ച് വരുന്നൊരു സാഹചര്യമുണ്ട്. അവിടെ ആൾ ആ ബോൾ വിഞ്ചുന്നു. യെസ്, കയ്യിലാണ് തട്ടിയിട്ടുള്ളത്. ആ ഒരു ഷോൾഡർ ആ ഒരു ഏരിയയിലും കയ്യിലും കൂടെ കയ്യിൽ തന്നെ അങ്ങനെ തന്നെ പറയാൻ പറ്റും. പക്ഷെ അത് ഡയറക്റ്റ് ഗോളിൽ കലാശിച്ചിരുന്നെങ്കിൽ, അതായത് ആൾ ഓക്കെ അവിടെ പെനാൽറ്റി സംഭവിക്കുന്നില്ല, നേരെ മറിച്ച് അത് ലെമീൻ യമാൽ ഗോൾ അടിക്കുകയാണ്. ലെമീൻ യമാൽ വേറൊരാൾക്ക് പാസ് കൊടുത്തിരുന്നെങ്കിലും അത് ഗോളാകുന്നൊരു വേറെ കാര്യം. പക്ഷേ ലെമീൻ യമാലിലൂടെ ആ ഗോൾ സംഭവിച്ചിരുന്നെങ്കിൽ അവിടെ ആക്സിഡൻ്റൽ ഹാൻഡ് ബോൾ ആണെങ്കിൽ പോലും, അതിനിപ്പോൾ ടക്കിനാണെങ്കിൽ പോലും, അത് ബോഡിയിൽ ടക്കിനാണെങ്കിൽ പോലും അത് ഡിസലോ ചെയ്യും. അതാണ് റൂള്. ഡയറക്റ്റ് ഗോൾ കലാശിച്ചിരുന്നെങ്കിൽ. ഇവിടെ പെനാൽറ്റിയിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇല്ല എന്നുള്ളതും അവിടെ കംപ്ലീറ്റ്ലി ലൂക്കഡീൻ അവിടെ അൺഅവെയർ ആയിരുന്നു. മാത്രമല്ല ലെമീൻ യമാൽ ചങ്ങായിക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു. അപ്പോൾ ആ രീതിയിൽ പെനാൽറ്റി എടുക്കുന്ന വയർസബാലാണ്. കോൺഫിഡൻറ്റ് പ്ലെയറാണ് വയർസബാൽ. 1 ക്ലബ് മാനാണ്. സോസിഡാഡിൻ്റെ ലെജൻഡാണ്. സ്പെയിനിന് വേണ്ടിയിട്ട് മികച്ച ചില പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുകൊണ്ടിരിക്കുകയാണ് ആൾ ടൂർണമെൻറ്റുകളിൽ. അപ്പോൾ അങ്ങനെയുള്ള ചങ്ങായി ആ പെനാൽറ്റി, മനോഹരമായിട്ടുള്ള പെനാൽറ്റി, ഫാൻറ്റാസ്റ്റിക് പെനാൽറ്റി, വാട്ട് പ്രഷർ എന്ന രീതിയിൽ അടിക്കുന്ന 5ാമത്തെ ഗോൾ ചങ്ങായി അടിച്ചിരിക്കുകയാണ് ഈ ടൂർണമെൻറ്റിൽ. അതായത് ഇതിനു മുമ്പ് 2 താരങ്ങൾ കൂടി 5 ഗോളുകൾ സ്പെയിന് വേണ്ടി അടിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഡേവിഡ് വിയാണ്. ഇപ്പോൾ വയർസബാലാണ്. വയർസബാലിനെ റെക്കോർഡ് മറികടക്കാനുള്ള, സ്പെയിന് വേണ്ടിയിട്ട് ഒരു ടൂർണമെൻറ്റിൽ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ച ആളായിട്ട് മാറാനുള്ള ഒരു അവസരം ഫൈനലിൽ അദ്ദേഹത്തിനെ കാത്തിരിക്കുന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ ആ രീതിയിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊമെൻറ്റിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇൻസിഡൻ്റാണ്. അതിനുമുമ്പ് പിന്നെ മറ്റൊരു സാധനം ഉണ്ടായിരുന്നു, മൈക്കൽ ഒലീസയുടെ ഒരു ചാലഞ്ച്. ഇവിടെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സ്ലോ മോഷനിലും അതുപോലെ തന്നെ ഫ്രീസ് ചെയ്തിട്ടുള്ള ഫ്രെയിമുകളും എത്രത്തോളമാണ് ആളുകളെ ഡിസീവ് ചെയ്യുന്നത് നമുക്കതിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ യെസ്, ഒലീസയുടെ ചാലഞ്ച് വാസ് ബാഡ് ചാലഞ്ചായിരുന്നു. റോഡ്രിയുടെ നേരെ നടത്തിയിട്ടുണ്ടായിരുന്നത് ബാഡ് ചാലഞ്ച്. അത് റെഫറി ഒന്നും കൊടുത്തിട്ടില്ല. യെല്ലോ കൊടുക്കേണ്ട തരത്തിലുള്ള സംഭവമായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് റെഡാണോ? അല്ല. അതായത് നിങ്ങൾ ആ ഫ്രീസ് ഫ്രെയിം, ഇപ്പോൾ ഈ ഫ്രെയിം കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും അയ്യോ ഇത് ഭയങ്കര ഹൈ ആയിട്ടുള്ള ചാലഞ്ചാണല്ലോ, ഇത് ശരിക്കും റെഡ് കൊടുക്കേണ്ടതല്ലേ എന്നുള്ളത്. ഈ ഫ്രീസ് ഫ്രെയിമിന് മുമ്പുള്ള ഫ്രെയിമിലാണ്, ആ ആംഗിൾ ഏരിയയിലാണ് കൊള്ളുന്നത്. യെസ്, നാസ്റ്റി സാധനമാണ്. പക്ഷേ ജെനുവിൻ ബോൾ വിൻ ചെയ്യാനുള്ള ശ്രമം നടത്തിയതാണ്. ആ ആംഗിൾ ഏരിയയിലായതുകൊണ്ട് അത് അത്ര ഹൈ അല്ല. ആംഗിൾ ഏരിയയിലായതുകൊണ്ട് അതൊരു യെല്ലോ കാർഡ്, റെക്ലെസ് ചാലഞ്ചാണ്.
അതൊരു യെല്ലോ കാർഡ് എന്ന രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള സാധനമാണ്, അല്ലാതെ ഒരു റെഡ് കാർഡല്ല. പക്ഷേ ഈ ഫ്രെയിം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അയ്യോ ഇതാണ് ഫ്രെയിമുകൾ. അതായത് അജണ്ടകൾ സെറ്റ് ചെയ്യണമെങ്കിൽ ഇതൊക്കെ മതി ആൾക്കാർക്ക്, മനസ്സിലായില്ലേ? ഫുട്ബോളിനെ ആ രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഭയങ്കരമായിട്ടുള്ളൊരു ടോക്സിക് കൾച്ചർ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബാൻഡറും മീമിൽ നിന്നൊക്കെ മാറി ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളിലേക്ക് നീങ്ങി മാറിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ഉദാഹരണം കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തന്നതാണ്. അതായത് ഈ ഫ്രെയിം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 100% റെഡ് കാർഡായിട്ട് തോന്നും. നേരെ മറിച്ച് ആ കളി ആ മൂവ് കൃത്യമായിട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു റെഡ് കാർഡ് അല്ല എന്നുള്ളത് നമുക്ക് തോന്നുന്നതാണ്. പക്ഷേ ഒരു യെല്ലോ കാർഡ് കൊടുക്കേണ്ട സാധനം തന്നെയായിരുന്നു റെഫറി അത് ഒന്നും കൊടുത്തില്ല എന്നുള്ള കാര്യം ഓർക്കണം. അതേപോലെ തന്നെ ലാമിൻ യമാലിൻ്റെ ചാലഞ്ച്, ആ ഒരു എംബാപ്പയിൽ നടത്തിയിട്ടുണ്ടായിരുന്ന ചാലഞ്ച് ഒരു യെല്ലോ കാർഡ് വേർത്തി ആയിട്ടുള്ള ഒരു ചാലഞ്ചായിരുന്നു. ടുവേർഡ്സ് എൻഡ് ഓഫ് ദ ഗെയിം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ലാമിൻ യമാൽ ട്രാക്ക് ബാക്ക് ചെയ്ത് വന്നിട്ട് എംബാപ്പയെ ചാലഞ്ച് ചെയ്തിട്ടുള്ളൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ അതും വേണമെങ്കിൽ ഒരു യെല്ലോ കാർഡ് കൊടുക്കാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പക്ഷേ അഗെയിൻ ഫ്രാൻസും കുറേ ചാലഞ്ചസും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു അല്ലേ. പിന്നെ പക്ഷേ കൂടുതൽ ടാക്കിളുകളും കാര്യങ്ങളും സ്പെയിനാണ് ഈ മത്സരത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട്. പിന്നെന്താണ്, അതാണ് അങ്ങനെയാണ് ആ ഒരു ഗോൾ വരുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫിൽ സ്പെയിനിൻ്റെ രണ്ടാമത്തെ ഗോൾ വന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതിനുശേഷം പിന്നെ ഫ്രാൻസിന് എന്തെങ്കിലും ഒരു ഉത്തരവുള്ള പോലെ നമുക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. അവർ കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡ് ആയിരുന്നു, അവർ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. അവരുടെ ഹെഡ് ലോസ് സംഭവിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നുണ്ടായിരുന്നത്. അവർക്ക് എന്താണ് ചെയ്യുന്നതിലൊരു ധാരണ കിട്ടുന്നില്ല. കാരണം പന്തുമാർ കൈകാര്യം ചെയ്യണം, ബോളുമാർ കൈകാര്യം ചെയ്യണം. അവന്മാർ ഭയങ്കര കാംനെസ്. അതായത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറയുമോ, എത്ര കാമായിട്ടാണ് റോഡിലേക്ക് കളിച്ചിട്ടുള്ളത്, കാംനെസ്. അതുപോലെ തന്നെ കാംനെസ്. കുബാർസി അഗെയിൻ 19 വയസ്സ് മാത്രമേ പറയുള്ളൂ. വാട്ട് എ ടൂർണമെൻറ്റ് ഹീസ് ഹാവിങ്, വേൾഡ് കപ്പാണ്. കുബാർസിയും ലപ്പോർട്ടും കുക്കുരയും പെഡ്രോ പോറയും ഉനായ് സിമണും ഒക്കെ അടങ്ങുന്ന ആ ഡിഫൻസ് 6 ക്ലീൻ ഷീറ്റുകൾ കരസ്ഥമാക്കിയിരിക്കുക. ഗോൾ മാത്രമേ അവർ ഇതുവരെ കൺസിഡർ ചെയ്തിട്ടുള്ളത് ബെൽജിയത്തിനെതിരെയുള്ള ഒരു ഗോളാണ്. ആ ഒരു കാംനെസ് കൊണ്ട് ബോളുമായിട്ട് കുബാർസി ഡ്രൈവ് ചെയ്ത് പോയിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് ഫ്രഞ്ച് അറ്റാക്ക് അവിടെ സ്പേസ് ലീവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പണി കിട്ടാനുള്ള സാധ്യത എന്ന തരത്തിലുള്ള തോന്നലൊക്കെ മനസ്സിൽ വരുമല്ലോ. പക്ഷേ ഈ ടീമിൽ അവിടെ കവർ കൊടുക്കാൻ ആൾക്കാരുണ്ടാവുന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. ആളെ ബോളുമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകണം മുമ്പോട്ടേക്ക്. എത്ര മനോഹരമായിട്ടാണ് ഡ്രൈവ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ആളുടെ പാസ്, ആ ലാമിൻ യമാലിന് കൊടുത്തിട്ടുണ്ടായിരുന്ന പാസ് മാൻ, അത് നമ്മൾ പാസ്സോണ്ടർ കുപ്പായത്തിൽ നിരന്തരം കാണുന്ന തരത്തിലുള്ള സംഭവമാണ് അല്ലേ. കുബാർസിയുടെ ലൈൻ ബ്രേക്കിംഗ് പാസ് വാസ്, അതിലെ വെയിറ്റേജ് വാസ് അൺബിലീവബിൾ. ലാമിൻ യമാൽ മില്ലിമീറ്റേഴ്സ് ഓഫ് സൈഡ് ആയിട്ടുണ്ടായിരുന്നു. അതിൽ ലാമിൻ യമാലിൻ്റെ ഫിനിഷ് വാസ് ക്ലാസ്. അവിടെ ആ ഫ്രഞ്ച് ഡിഫൻസിനെ ഇല്ലാണ്ടാക്കി കളഞ്ഞിട്ടാണ് ലാമിൻ യമാൽ അത് ഫിനിഷ് ചെയ്തിരുന്നത്. പക്ഷേ അവിടെ ചെറിയൊരു ഓഫ് സൈഡ് ഉണ്ട്. പക്ഷേ വാട്ട് എ ബോൾ മാൻ, കുബാർസിയുടെ ബോൾ, ലപ്പോർട്ടിൻ്റെ ഡിഫെൻഡിങ്, ലപ്പോർട്ടിൻ്റെ പാസിങ്. അതായത് ലപ്പോർട്ട് ആണെങ്കിലും കുബാർസി ആണെങ്കിലും ഓൺ ദ ബോളും ഓഫ് ദ ബോളും വളരെ കംഫർട്ടബിളായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതായത് ടെക്നീഷ്യന്മാരുടെ ഒരു കാര്യം. ഇനിയിപ്പോൾ സബ്ബുകൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനു കോനനെയാണ് ഫ്രാൻസ് ആ ഒരു ഇൻ്റർവെൽ സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. പിന്നീട് ഓഫ് കോഴ്സ് ഡെസീരി ഡുവനെ കൊണ്ടുവന്ന് നോക്കി ആളെ വെച്ചിട്ടൊരു ചേഞ്ച് നടത്താനുള്ള ശ്രമം, അല്ലെങ്കിൽ മത്സരത്തിലൊരു ആളുടെ ക്വാളിറ്റി വെച്ചിട്ട് അഗൈൻ ഇൻഡിവിജ്വൽ ബ്രില്യൻസിലാണ് അവർ റിലൈ ചെയ്യുന്നുണ്ടായിരുന്നത്. ആ രീതിയിലൊരു ചേഞ്ച് വരുത്താൻ നോക്കി. പിന്നെ ഫ്രാൻസിൻ്റെ ചേഞ്ച് എന്തായിരുന്നു, അവർ യെസ് ഇത് പറയാൻ മറന്നുപോയില്ലേ, സലീബക്ക് പറ്റിയിട്ടുള്ള ഇഞ്ചുറി വളരെ ഇമ്പോർട്ടൻറ്റ് മൊമെൻറ്റിൽ സംഭവിച്ചിട്ടുള്ളത് 30ാമത്തെ മിനിറ്റിൽ. അതായത് ഈ സ്പെയിനിനെതിരെ ഇങ്ങനൊരു സാധനം ഒരു പാറ്റേണായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്ലേയേഴ്സിനൊക്കെ ഇഞ്ചുറി പറ്റി പോകുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ അവരുടെ പോർച്ചുഗലിനെതിരെ മത്സരത്തിൽ ന്യൂനോ മെൻഡസിന് ഇഞ്ചുറി പറ്റി പോകുന്നത് നമ്മൾ കണ്ടു അല്ലേ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയത്തിൽ ഇമ്പോർട്ടൻ്റ് ആയ പ്ലെയർക്ക് ഇഞ്ചുറി പറ്റുന്നു. ബെൽജിയത്തിനെതിരെ തിബോ കോർട്ടുവെക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയത്ത് ഇമ്പോർട്ടൻ്റ് പ്ലെയർക്ക് ഇഞ്ചുറി പറ്റി പോകുന്നത് നമ്മൾ കാണുന്നു. ഫ്രാൻസിനെതിരെ സലീബ വളരെ ഇമ്പോർട്ടൻ്റ് പ്ലെയറാണ് അവരുടെ ഡിഫൻസിൽ. സലീബ മോക്കാനോ പാർട്ട്ണർഷിപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ സലീബക്ക് ഇഞ്ചുറി പറ്റിയാണ് 30ാമത്തെ മിനിറ്റിൽ ലാക്രോ വരുന്നു. അപ്പോൾ ലാക്രോ മോക്കാനോ തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷനിലുള്ള ഒരു വേവ് ലെങ്ത് ഇല്ലായ്മ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ലാക്രോ നല്ല ഡിഫൻഡറൊക്കെ തന്നെയാണ്. പക്ഷേ ഇതെന്തും അറിയുമായോ, അതായത് കൃത്യമായിട്ടും ഇമ്പോർട്ടൻറ്റ് പ്ലെയേഴ്സിനൊക്കെ ഇവർക്കെതിരെ കളിക്കുന്ന കാര്യത്തിൽ ഇഞ്ചുറി പറ്റി പോകുന്ന സാഹചര്യം നമ്മൾ കാണുന്നു. അപ്പോൾ ഈ സലീബാർ കാംനെസ്സൊക്കെ ഡിഫൻസിൽ കൊണ്ടുവരുന്ന ഒരാളാണ്. ആൾക്ക് ഇഞ്ചുറി പറ്റുന്നു. അതൊരു ബാഡ് സംഭവമായിരുന്നു ഒരു സംശയം. പിന്നീട് ലൂക്കഡീനൊക്കെ 72ാമത്തെ മിനിറ്റിൽ പിൻവലിച്ചു. തിയോ ഹെർണാണ്ടസിനെ കൊണ്ടുവരുന്നു. തിയോ ഹെർണാണ്ടസാണ് പിന്നെയും ബെറ്റർ ആയിട്ട് ലാമിൻ യമാലിനെ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. റയാൻ ചെർക്കിനെ കൂടി കൊണ്ടുവന്നു 72ാമത്തെ മിനിറ്റിൽ ഒലീസക്ക് പകരമായിട്ട്. ഒലീസിനെ പിൻവലിക്കേണ്ട സാഹചര്യം വന്നു. ക്രിയേറ്റർ ഇൻ ചീഫ് ആയിട്ടുള്ള 5 അസിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്തുള്ള ഒലീസിനെ പിൻവലിക്കേണ്ട സാഹചര്യം വന്നു. അതായത് ചെർക്കിയുടെ ഇൻഡിവിജ്വൽ ബ്രില്യൻസിൽ ഇനി എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ളതാണ് ശ്രമിക്കുന്നുണ്ടായിരുന്നത്. നേരെ മറിച്ച് സ്പെയിനിൻ്റെ സബ്ബുകൾ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഓയർസബാലിനെ പിൻവലിച്ചു 74ാമത്തെ മിനിറ്റിൽ. എന്നിട്ട് ഫെറാനെ കൊണ്ടുവരണം. ഫെറാൻ നല്ല കോൺഫിഡൻസിലാണല്ലോ, ബെഞ്ചിൽ നിന്ന് നല്ല കോൺഫിഡൻസിൽ കളിക്കുകയാണ്. ചാനൽ റണ്ണുകൾ നടത്താൻ പറ്റും. ആ ഒരു ഓഫ് ദ ബോൾ അവരുടെ ഇൻറ്റൻസിറ്റി ഒരു തരത്തിലും ഒരു കുറയിലും സംഭവിക്കില്ല എന്നുള്ള കാര്യം ഓർക്കണം. ഫെറാൻ വരുമ്പോൾ അത് തന്നെയാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ആളുടെ ഒരു ഹെഡർ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അതേപോലെ ആൾ ടയർലെസ് ആയിട്ട് വർക്ക് റേറ്റും കാര്യങ്ങളും കൊടുക്കും.
പിന്നെ ടെക്നീഷ്യന്മാരെയാണ് കൊണ്ടുവരുന്നത്. മിക്കൽ മെറിനെയും പെഡ്രിനെയും കൊണ്ടുവരാണ് 77ാമത്തെ മിനിറ്റിൽ. അതായത് ഫാബിയൻ റൂയിസിനെയും ഡാനി ഓൾമോനെയും പിൻവലിച്ചിട്ട്, അതായത് 2 ടെക്നീഷ്യന്മാരെ പിൻവലിച്ചിട്ട് മറ്റ് 2 ടെക്നീഷ്യന്മാരെ കൊണ്ടുവരികയാണ്. ഇതിങ്ങനെ കാണുമ്പോൾ ഇത് എങ്ങനെ ബോൾ കിട്ടും എന്നുള്ളതാണ്. മെറിനോ ആണെങ്കിൽ ബോക്സിലേക്ക് ക്രാഷ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ ഓൺ ദ ബോൾ ആളും ഭയങ്കര സേഫാണ്. പെഡ്രി ഭയങ്കര സേഫാണ്. യെസ്, ഈ ടൂർണമെൻറ്റിൽ ചില സ്ലോപ്പ്നെസ് ഒക്കെ അദ്ദേഹത്തിൻ്റെ ഗെയിമിലുണ്ടായിരുന്നു, പക്ഷേ ഈ മത്സരത്തിൽ ഭയങ്കര സേഫായിട്ടുള്ള പെഡ്രിനെ തന്നെ നമ്മൾ തിരിച്ച് കാണുന്നു. ആ ബോൾ ഭയങ്കര കെയറോടുകൂടി കൈകാര്യം ചെയ്യുന്ന പെഡ്രിനെ നമ്മൾ ബെഞ്ചിൽ വന്നതിന് ശേഷം കാണുന്നു. പിന്നീട് യെസ്, ടുവേർഡ്സ് എൻഡ് ഓഫ് ദ ഗെയിം ആയപ്പോൾ ഓക്കെ, പെഡ്രോ പോറോനെ പിൻവലിക്കുന്നു. ലോറൻറ്റിയുടെ ആ ഒരു മസിലും ആ ഒരു സ്ട്രെങ്ത്തും ആ രീതിയിൽ യൂസ് ചെയ്തുകൊണ്ട് അവിടെ കംപ്ലീറ്റ്ലി ആ ഗെയിം കിൽ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു ചങ്ങാനെ കൊണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെ നീക്കോ വില്യംസിനെ കൂടി കൊണ്ടുവരുന്നത്. നീക്കോ വില്യംസിൻ്റെ പേസ് കൗണ്ടർ അറ്റാക്കിംഗ് സിനാരി, കാരണം വെച്ചാൽ ഫ്രാൻസ് അവിടെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും കൗണ്ടർ അറ്റാക്കിംഗ് സിനാരി കിട്ടും എന്നുള്ള ഒരു തോന്നൽ ഡെലഫിൻ്റെയൊക്കെ ഉണ്ട്. സബുകളെല്ലാം സ്പോട്ട് ഓൺ, ടെക്നീഷ്യന്മാർ പോയിട്ട് മറ്റ് ടെക്നീഷ്യന്മാർ വരുന്നു. ബോള് മനോഹരമാണ്. അത് ബോളിനെ ബോംബായിട്ട് കാണുന്നവരായിരുന്നു ഫ്രാൻസിൻ്റെ മിഡ്ഫീൽഡ് ഉണ്ടായിരുന്നത്. ബോളിനെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്യുന്നവരാണ് ആ സ്പെയിനിൻ്റെ മിഡ്ഫീൽഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ വൺസ് അഗെയിൻ മിഡ്ഫീൽഡാണ് ഈ മത്സരത്തിൽ സത്യം പറഞ്ഞെങ്കിൽ സ്പെയിനിന് വിജയം കൊണ്ടെത്തിച്ചു കൊടുത്തുള്ളത്. മിഡ്ഫീൽഡ് വളരെ ഇമ്പോർട്ടൻ്റ് സംഭവമാണ്. യെസ്, ഡിഫൻസ് ടൈറ്റിലുകൾ നേടിത്തരും. ആ ഡിഫൻസ് തന്നെയാണ് ഇപ്പോൾ സ്പെയിന് മുമ്പോട്ടേക്ക് നയിക്കുന്നത്. അതോടൊപ്പം തന്നെ മിഡ്ഫീൽഡും ഡിഫൻസിൻ്റെ ഭാഗമാണ്. ഞാൻ പറഞ്ഞല്ലോ, അറ്റാക്കിൻ്റെയും ഭാഗമാണ് മിഡ്ഫീൽഡ്. റോഡ്രിയാണ് എൻ്റെ സ്റ്റാൻഡ് ഔട്ട് പ്ലെയർ ഈ സ്പാനിഷ് സൈഡിലെ. ആ കാംനെസ്, അതായത് കെയോസൊക്കെ നമ്മൾ വിചാരിക്കും ആളേക്ക് ബോൾ കൊടുക്കുമ്പോൾ ഇപ്പോൾ പോവില്ല, ആ ബോൾ പോവില്ല, ആൾക്കാരെ എവിടേക്കാണ് കൊടുക്കേണ്ടതെന്നുള്ളത്. അത് ഇനിയിപ്പോൾ ഉനായ് സിമോൺ ഒരു സാഹചര്യത്തിൽ ബോൾ പിന്നെ ഒരു മിസ്പ്ലേസ് പാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫാബിയൻ റൂയിസിന്. അപ്പോൾ അവിടെ നിന്ന് പക്ഷേ ഫ്രാൻസിന് അത് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം വെച്ചാൽ അവരുടെ മിഡ്ഫീൽഡിലേക്ക് ബോൾ എത്തുമ്പോൾ അത് കൃത്യമായിട്ട് ആർക്ക് എങ്ങനെ കൊടുത്താൽ അത് ഒരു ഡേഞ്ചറസ് സിനാരി ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതിൻ്റെ ഒരു ഇത് കിട്ടുന്നില്ല അവർക്ക്. അന്നേരം കുറച്ച് സ്പാനിഷ് പ്ലെയറിലേക്ക് അത് കിട്ടുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ മൈഗ്നോ മിസ്റ്റേക്ക് വരുത്തിയപ്പോൾ അതെങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നുള്ള ധാരണ അവർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ്. മാത്രമല്ല ഇനിയിപ്പോൾ നിങ്ങൾ അത്ര സുഖമില്ലാത്തൊരു പാസ് റോഡ്രി കൊടുത്തു കഴിഞ്ഞാൽ റോഡ്രി അത് കെയർ ചെയ്യും ആ ബോളിനെ. അസാധ്യ ഫുട്ബോളറാണ്, അസാധ്യ ഫുട്ബോളർ. അവർ ഞാൻ പറഞ്ഞല്ലോ, ഫാബിയൻ റൂയിസും റോഡ്രിയും ഓൾമോയും ആ മിഡ്ഫീൽഡ് അങ്ങനെ ഡോമിനേറ്റ് ചെയ്തു. കുപ്പാർസിയും ലപ്പോർട്ടും കുക്കുറേ ഹാഡ് എ സെൻസേഷണൽ ഗെയിം. എംബാപ്പയുടെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു, ചങ്ങായി ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ടാർഗറ്റിലേക്ക് പോകേണ്ട സാധനമായിരുന്നു. ഫാൻറ്റാസ്റ്റിക് ബ്ലോക്ക്. മറ്റൊരു ഇൻ്റർസെപ്ഷൻ ഉണ്ടായിരുന്നു ചങ്ങായിട്ടത് ബോക്സിലേക്ക് വന്നുള്ള സാരത്തിൽ. ഗ്രേറ്റ് ഇൻ്റർസെപ്ഷൻ. ഒപ്പം ടയർലെസ് റണ്ണിങ്. അറ്റാക്കിൽ ആ വിട്ട് പ്രൊവൈഡ് ചെയ്യണം ചങ്ങായി, അത് ചങ്ങായി ചെയ്യുന്നു. ഡിഫെൻഡ് ചെയ്യുന്നു. ആർക്കെതിരെയാണ്? ഈ ഫ്രഞ്ച് അറ്റാക്കിനെതിരെയാണ്. ഉസ്മാനിക്ക, ഒലീസി അങ്ങോട്ടേക്ക് നീങ്ങുന്ന സാരുണ്ടായിരുന്നു, പക്ഷേ ഇവരെയൊക്കെ മനോഹരമായിട്ട് ചങ്ങായി ഡിഫെൻഡ് ചെയ്യുന്നു. യെസ് ബയനയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പോറോ സെൻസേഷണൽ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തരുടെയും പേര് നമുക്ക് പറയാൻ പറ്റും ഈ സ്പാനിഷ് സൈഡിൽ. കാരണം ആ രീതിയിലുള്ള പ്രകടനമാണ് നമുക്ക് ഇവരുടെ ഭാഗത്ത് കാണാൻ സാധിച്ചത്. ഇതൊരു ടീം എഫേർട്ടാണ്. അതായത് സ്പെയിനെ നമുക്കൊരു ടീമായിട്ട് കാണാൻ തോന്നി. ഫ്രാൻസിനെ ബ്രില്യൻ പ്ലെയേഴ്സിൻ്റെ കുറേ വേൾഡ് ക്ലാസ് പ്ലെയേഴ്സുള്ള ഒരു എന്താ പറയുക ഇൻഡിവിജ്വൽസ് ടീമായിട്ട് പ്രവർത്തിക്കാത്ത രീതിയിലാണ് ഈ മത്സരം നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം വെച്ചാൽ പലരും വിചാരിക്കും അവർക്കൊക്കെ ഓഫ് ഡേ ആയതാണെന്ന്. അല്ല, അവർക്കൊക്കെ ഓഫ് ഡേ ആക്കിയതാണ് ഈ സ്പാനിഷ് പ്ലെയേഴ്സ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനി കിലിയൻ എംബാപ്പേനെ സംബന്ധിച്ചിടത്തോളം ആൾ ഈ മത്സരത്തിൽ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് അടിച്ചിട്ടില്ല. അത് അവസാനത്തെ 15 വേൾഡ് കപ്പ് അപ്പിയറൻസുകൾ ചങ്ങായിടത് ഇത് 2ാം തവണ മാത്രം സംഭവിച്ചിരിക്കുകയാണ്. 2022 വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനൽ ഇംഗ്ലണ്ടിനെതിരെയും ചങ്ങായിക്ക് ഷോട്ട് ഓൺ ടാർഗറ്റ് അടിക്കാൻ സാധിച്ചില്ല. ഈ മത്സരത്തിലും ഷോട്ട് ഓൺ ടാർഗറ്റ് അടിക്കാൻ സാധിക്കുന്നില്ല. മാൻ, ഇറ്റ്സ് റിഡിക്കുലസ്. ആളുടെ പിന്നെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ വരുന്നത് സെക്കൻഡ് ഹാഫിലാണ്. ഉസ്മാനിക്കയുടേതും ആ രീതിയിൽ തന്നെയാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്, ഓർക്കണം. പിന്നെന്താണ്, സെമി ഫൈനലിൽ 0.3 ആണ് അവരുടെ XG എന്ന് ഞാൻ പറഞ്ഞു. വെറും 0.3. ഇതിനു മുമ്പ് ഇതിലും കുറവ് XG ക്രിയേറ്റ് ചെയ്യപ്പെട്ടുള്ള സെമി ഫൈനൽ ഉണ്ട്. 1994 US തന്നെയായിരുന്നു ആ ഒരു സെമി ഫൈനൽ. അത് ബ്രസീൽ സ്വീഡൻ മത്സരത്തിൽ സ്വീഡൻ വെറും 0.1 ആണ് അവർക്ക് അന്ന് XG ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബ്രസീൽ ആ രീതിയിലാണ് അവരെ തളർത്തിക്കളഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഈ സ്പാനിഷ് പട ഈ ഫ്രഞ്ച് പടനെ തളർത്തിക്കളയുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇനി മറ്റൊരു സംഭവം, ഈ മത്സരത്തിൽ ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് ഉനായ് സിമോണിൻ്റെ ആ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ നിന്നാണ്. ആളാ സ്വീപ്പർ കീപ്പറിനെ പോലെ മുമ്പോട്ടേക്ക് കയറി വന്നിട്ട് അവിടെ ആ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ അത് ഡെസീരി ഡുവിലേക്ക് എത്തുകയാണ്. ഔട്ട്സൈഡ് ദ ബോക്സിലാണ്. ഉനായ് സിമോണും ഔട്ട്സൈഡ് ദ ബോക്സാണ്, ബഹുദൂരം പുറത്താണ് ഡെസീരി ഡുവയുടെ. പക്ഷേ അവിടെ ചങ്ങായിക്ക് അത് മനോഹരമായിട്ട് ആ സിറ്റുവേഷനിൽ മുതലെടുക്കാൻ സാധിക്കുന്നില്ല. അത് സ്പെയിൻ ആ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ കണ്ടിരിക്കുകയാണ്, അല്ലേ? അത് ഉനായ് സിമോൺ തിരിച്ച് ബോക്സിലേക്ക് പോയിട്ട് ആ ബോൾ ആൾ തന്നെ പിടിക്കുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടത്. വേണമെങ്കിൽ ഡെസീരി ഡുവയ്ക്ക് പാസ് കൊടുത്തിട്ട് അവിടെ ആ ടുവേർഡ്സ് എൻഡ് ഓഫ് ദ ഗെയിം കുറച്ച്
പ്രശ്നത്തിൽ സ്പെയിനാക്കാൻ സാധിക്കുമായിരുന്നു. അത് മാത്രമാണ് ഒരു നെർവി മൊമെൻറ്റ് സ്പെയിനിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടത്, ഉനായ് സിമോൻ്റെ ഭാഗത്ത് നമ്മൾ ഉണ്ടായിരുന്നത്. വേറെ ടോട്ടൽ കൺട്രോൾ മാൻ. എന്തായാലും അവസാനത്തെ 11 മത്സരങ്ങളിൽ ഫ്രാൻസിനെതിരെ സ്പെയിൻ ആകെ 2 മത്സരങ്ങൾ മാത്രമേ പരാജയപ്പെടുള്ളൂ എന്നതാണ്. അപ്പോൾ ഫ്രാൻസിൻ്റെ നമ്പർ സ്പെയിൻ്റെ അടുത്തുണ്ട്. സ്പെയിൻ ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓരോ മത്സരം കഴിയുമ്പോഴും അവരുടെ ഗ്രാഫ് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒരു ഡെലഫ്യുവൻറ്റെ മാസ്റ്റർ ക്ലാസ്. ദശാംശ് പടിയിറങ്ങാണ്. സിനദിൻ സിദാനാണ് ഇനി ഈ ഫ്രഞ്ച് പടയെ മുമ്പോട്ട് നയിക്കാനായിട്ട് വരുന്നത്. ദശാംശ് റഫറീനെ കുറ്റം പറയുന്നുണ്ട്, എന്തിനാണെന്ന് എനിക്ക് പിടിയിട്ടില്ല. എനിവേ റയാൻ ചെർക്കിയൊക്കെ പറഞ്ഞു നമ്മളെ മാത്രമേ ബ്ലെയിം ചെയ്യാനുള്ളൂ, നമ്മൾ തോറ്റത് നമ്മളോട് തന്നെയാണ്, അല്ലാതെ നമ്മൾ റഫറിനോടല്ല തോറ്റത്, നമ്മൾ സ്പെയിനോടല്ല തോറ്റത്, നമ്മളോട് തന്നെയാണ് തോറ്റതെന്നാണ് ചെർക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാവരും നമ്മളോട് ഒരു ഭയം ഉണ്ടായിരുന്നു. പക്ഷേ ആകെ നമ്മൾ പരാജയപ്പെടുത്താൻ പറ്റുന്ന ഒരു സൈഡ് നമ്മൾ തന്നെയായിരുന്നുള്ള രീതിയിലാണ് നമ്മൾ ടെറിബിളായിട്ടാണ് കളിച്ചത്. അതായത് എല്ലാ മേഖലയിലും നമ്മൾ ടെക്നിക്കലി തോറ്റുപോയി, ടാക്ടിക്കലി തോറ്റുപോയി, നമ്മൾ ഡ്യൂലുകളിൽ തോറ്റുപോയി. അത്തരത്തിൽ വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള അഭിപ്രായമാണ് റയാൻ ചെർക്കി മുമ്പോട്ടേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെയാണ് കിലിയൻ എംബാപ്പയും പറഞ്ഞത് പെർഫോമൻസ് പോരായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ രീതിയിലാണ്. അപ്പോൾ ഇനി ഫ്രാൻസ് സംബന്ധിച്ചോളം അടുത്ത യൂറോ ജയിക്കുക എന്നുള്ളതായിരിക്കും ലക്ഷ്യം. അഗെയിൻ ആ ഒരു 3rd പ്ലേസ് മത്സരമുണ്ട്. എന്തായാലും അത് കിലിയനെ സംബന്ധിച്ചിടത്തോളം ആ ഗോൾഡൻ ബൂട്ടിൽ അതിലൊരു അപ്പർ ഹാൻഡ് എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള മത്സരമായിട്ടായിരിക്കും അദ്ദേഹം ആ മത്സരത്തെ കണക്കാക്കുക എന്നതാണ്. അല്ലാത്ത പക്ഷം ഫ്രാൻസ് സംബന്ധിച്ചോളം 3rd പ്ലേസ് മത്സരത്തിൽ കളിച്ച് 3rd പ്ലേസ് ഫിനിഷ് ചെയ്യാന്നൊക്കെ നെവർ മൈൻഡ്. എനിവേ ഒരു സ്പാനിഷ് മാസ്റ്റർ ക്ലാസ് കണ്ടിരിക്കുകയാണ്. പ്രോപ്പർ ഫുട്ബോൾ ഓൺ ദ ബോളും ഓഫ് ദ ബോളും പ്രോപ്പർ ഇൻറ്റൻസിറ്റി കാഴ്ചവെച്ചുള്ള സ്പാനിഷ് മാസ്റ്റർ ക്ലാസ്. പിന്നെ ലെമീൻ യമാലിൻ്റെയൊക്കെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ആൾ പറഞ്ഞതിൽ മറ്റൊരു സുന്ദരമായിട്ടുള്ള കാര്യം കൂടി ഉണ്ടായിരുന്നു. ഞാൻ മൈക്ക് എടുക്കാൻ മറന്നു ഈ ഒരു സാഹചര്യത്തിൽ, അതുകൊണ്ടാണ് ഇതിങ്ങനെ പറഞ്ഞു വെക്കുന്നത്. അതായത് ഒരു ഫുട്ബോൾ മാച്ചിനേക്കാൾ ഹാർഡസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ ജീവിതത്തിലുള്ളതാണ്. അത് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി എനിക്ക് ആ ഒരു വാചകം. അല്ലാതെ ഡിസ്റെസ്പെക്റ്റോ പരിപാടിയോ ഒന്നും അല്ല എന്നുള്ളതാണ്. നമ്മൾ യൂറോപ്യൻ ചാമ്പ്യന്മാരാണ്, അവരാണ് നമ്മൾ ഭയക്കേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞു നോക്കുന്നത്. എനിവേ ഫൈനൽ കളിക്കാൻ പോവാണ് ടീനേജർമാരായിട്ടുള്ള ലെമീൻ യമാലും കുബാർസിയും അതേപോലെ തന്നെ ഈ സ്പാനിഷ് പടയും. ഫാന്റാസ്റ്റിക് സംഭവം, ചരിത്രത്തിൽ 2ാമത്തെ ഫൈനൽ. എന്നാലും ഇനി ഇംഗ്ലണ്ട് വേഴ്സസ് അർജൻറ്റീന പ്രിവ്യൂ ആയിട്ട് നമുക്ക് കാണാം. ഗുഡ് ബൈ.